ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 120 നോട്ട്ബുക്ക് കോസ്റ്റ് ₹22 ഈച്ച് വെയർ ബോട്ട് ഫോർ ദ സ്കൂൾ സ്റ്റോർ. അപ്പോൾ എന്താണ് 120 ബുക്ക്, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 120 ബുക്ക് ₹22 ഈച്ച്, അതായത് ഓരോന്നിനും 22 രൂപ വീതം കോസ്റ്റ് ചെയ്യുന്ന 120 നോട്ട്ബുക്സ് ഒരു സ്കൂൾ സ്റ്റോറിലേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് ദ ടോട്ടൽ കോസ്റ്റ്? എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, നമ്മൾ ഒരു ബുക്കിൻ്റെ പ്രൈസ് ഉണ്ട്, എത്രയാണ്? 22 റുപ്പീസ് ഉണ്ട്, തന്നിട്ടുണ്ട്. അങ്ങനെ എത്ര ബുക്ക് വാങ്ങിച്ചു? 120 ബുക്കിൻ്റെ പ്രൈസാണ് നമുക്കറിയാനുള്ളത്, അല്ലേ? സ്കൂൾ സ്റ്റോറിലേക്ക് വാങ്ങിച്ച 120 ബുക്കിൻ്റെ പ്രൈസാണ് നമുക്കറിയാനുള്ളത്. 120 ബുക്കിന് എത്ര പ്രൈസ് ആവും? ഒരു ബുക്കിന് 22. അങ്ങനെയാണെങ്കിൽ 120 ബുക്കിന് 120 ഇൻറ്റു 22, 120 ഇൻറ്റു 22 ആണ് ടോട്ടൽ ബുക്കിൻ്റെ കോസ്റ്റ്. എത്രയാണെന്ന് നോക്കാം. 22 12 ഇൻറ്റു ചെയ്യുമ്പോൾ 2640 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ₹2640 റുപ്പീസാണ് നമുക്ക് 120 ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ആവുന്ന കോസ്റ്റ്. ഇത് ക്ലിയർ ആണല്ലോ? എങ്ങനെ കിട്ടി? നമുക്ക് ഒരു ബുക്കിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട് 22 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 120 ബുക്കിൻ്റെ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് 22 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യണം. 22 ഇൻറ്റു 120. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബി പാർട്ടിലോട്ട് പോവാം. ബി പാർട്ട് എന്താ പറയുന്നത്? രേമ ബോട്ട് 30 ഓഫ് ദീസ് നോട്ട്ബുക്ക് ഫോർ ₹24 ഈച്ച് ഫോർ അവർ ക്ലാസ്. അല്ലേ, അവളുടെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട്, രേമയുടെ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് 30 ബുക്ക് വാങ്ങിച്ചു. ഇതിൽ നിന്ന് 30 ബുക്ക് വാങ്ങിച്ചു. അത് പക്ഷേ സ്കൂളുകാർ വിറ്റത് എത്ര റുപ്പീസിനാണ്? 24 റുപ്പീസിനാണ് അവൾ വാങ്ങിച്ചത്. സ്കൂളുകാർ 22 റുപ്പീസിനാണ് വാങ്ങിച്ചത്. പക്ഷേ രേമ ഇത് സ്കൂൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അത് 24 രൂപയ്ക്കാണ് അവൾ വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ 30 ബുക്കിന് എടുക്കുന്ന എത്ര ടോട്ടൽ എമൗണ്ടാണ് അവൾ അടച്ചത്, രേമ പേ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 24 രൂപ ഒരു ബുക്കിന്. അങ്ങനെയാണെങ്കിൽ 30 ബുക്കിന് എത്ര രൂപയാവും? സിമ്പിൾ, നേരത്തെ ചെയ്തതുപോലെ 24 ഇൻറ്റു 30 എത്ര കിട്ടും? 24 ഇൻറ്റു 3 ചെയ്യുക, 72. കൂടെ ഒരു 0 ഉണ്ട്, 30യുടെ 0. അപ്പോൾ ₹720 ആണ് ആര് പേ ചെയ്തത്? രേമ പേ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? എ പാർട്ട് ഓക്കെ, ബി പാർട്ട് ഓക്കെ. അങ്ങനെയാണെങ്കിൽ സി പാർട്ട് എന്താണ് പറയുന്നത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 24? ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് 30 ഇൻറ്റു 24 വാല്യൂ വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്തായിരിക്കും ചെയ്യുന്നത്? 30 ഇൻറ്റു 24 എത്രയാണെന്ന് ആദ്യം ഇൻറ്റു ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ചെക്ക് ചെയ്യും, അല്ലേ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. പ്രത്യേകിച്ച് മാത്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ സമയം എടുക്കാതെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ് ട്രിക്ക് എന്ന് നോക്കാം. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും 30 ഇൻറ്റു 24 എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 3 ഇൻറ്റു 24 പ്ലസ് 10 ഇൻറ്റു 24 ആണല്ലേ. ഇവിടെ നോക്കൂ, 3 ഇൻറ്റു 24 പ്ലസ് 10 ഇൻറ്റു 24. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് ആരുണ്ട്? 24 ഉണ്ട്. ഓക്കെ ആണോ? 24 ഉണ്ട്. ഈ 24നെ ഞാൻ പുറത്തെടുക്കുക. അതായത് ഇതിൽ നിന്ന് രണ്ടിൽ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ഇവിടുന്ന് 24 പോയാൽ ബാക്കി 3 മാത്രമേ ഉള്ളൂ, അല്ലേ? പ്ലസ് സൈന് നടുക്കുണ്ട്. ഓക്കെ, ഇവിടുന്ന് 24 പോയാൽ ആരുണ്ട്? ബാക്കി 10 ഉണ്ട്. മനസ്സിലായോ? അതായത് ഇതൊരു ടേം, ഇതൊരു ടേം. ഈ രണ്ട് ടേമിൽ നിന്നും ഞാൻ 24 കോമൺ ആയതുകൊണ്ട് 24നെ പുറത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ 24 പോയതിന് ശേഷം ഇവിടെ ബാക്കിയുള്ളത് 3. ഇവിടെ 24 പോയതിന് ശേഷം ബാക്കിയുള്ളത് 10. മനസ്സിലായോ? ഇങ്ങനെ ഇൻറ്റു ആണെങ്കിൽ മാത്രമേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഒറ്റ ടേം ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് 3 + 10 വന്നത്. 24 ഇൻറ്റു 3 + 10 വന്നു. അങ്ങനെയാണെങ്കിൽ 3 + 10 എത്രയാണ്? 13 ആണല്ലേ. അപ്പോൾ 24 ഇൻറ്റു 13 എന്ന് ആൻസർ വരും, അല്ലേ? ഇത് 20 ഇൻറ്റു 30ക്ക് ഈക്വൽ ആണോ? അല്ല. അപ്പം ഫസ്റ്റ് വൺ ഈസ് റോങ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ ചെയ്ത് നോക്കിയേ എങ്ങനെയാണ്? ഇതിൽ നിന്ന് ഏതാണ് കോമൺ എടുക്കാൻ പറ്റുന്നത്? 30 കോമൺ എടുക്കാം. രണ്ട് ടേമിൽ നിന്ന് നമുക്ക് 30 കോമൺ എടുക്കാം. 30 കോമൺ എടുത്തു കഴിഞ്ഞാൽ 30 ഇൻറ്റു ബാക്കി ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ഇവിടുന്ന് 30 പോയി കഴിഞ്ഞാൽ അവിടെ 20 ഉണ്ട്, അല്ലേ? 20 ഉണ്ട്. ഈ ടേമിൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ എന്തുണ്ട്? 4 ഉണ്ട്.
പ്ലസ് 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 × 24 എന്ന് കിട്ടും. അപ്പോൾ ഇതല്ലേ ഈ ഓപ്ഷനിലെ കറക്റ്റ്? 30 × 24 കിട്ടിയില്ല നിങ്ങൾക്ക്. ഇതുപോലെയാണ് നമുക്ക് ട്രിക്ക് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണാൻ പറ്റുന്നത്. ബി പാർട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കി കൂടെ ചെയ്ത് നോക്കുക. എന്തായാലും 30 × 24 കിട്ടത്തില്ല ഇത്. ബാക്കി കൂടെ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 25 കോമൺ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും കോമൺ എടുക്കാൻ പറ്റത്തുമില്ല. ബി പാർട്ടാണ് ആൻസർ. ഇങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താമെന്നുള്ളേ ഉള്ളൂ. ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ഫിഗർ ഗിവൺ ബിലോ വിത്ത് ദ സെയിം മെഷർമെൻറ്റ് യൂസിങ് എ സ്കെയിൽ ആൻഡ് എ സെറ്റ് സ്ക്വയർ. ഓക്കെ, സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ദീസ് ആർ പാരലൽ ലൈൻസ്. ഇത് പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, നമുക്ക് ഇത് ഒരു ക്യൂബോയിഡിൻ്റെ ഷേപ്പാണ്. നമുക്ക് ഈ ഒരു ഷേപ്പ് നമ്മൾ സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ചിട്ട് വരച്ചെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാൻ നിങ്ങൾക്ക് അറിയാം. നോക്കൂ, സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാൻ അറിയാലോ. എങ്ങനെയാണ് പാരലൽ ലൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്ന. സി ദിസ്, ഇത് നമ്മളൊരു സ്കെയിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, സ്കെയിൽ ഇങ്ങനെ പിടിച്ചു, നമ്മളെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ പിടിച്ചു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് വരയ്ക്കുക? 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇതിന് പാരലായിട്ടല്ലേ ഈ ലൈൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? സ്കെയിൽ ഇവിടെ വയ്ക്കുക, സെറ്റ് സ്ക്വയർ മുകളിലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അതിന് പാരലായിട്ട് 4 സെൻറ്റിമീറ്റർ അകലെ പാരലായിട്ട് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇതുപോലെ ഈ ക്യൂബോയിഡിനെ നേരെ കൺസ്ട്രക്ട് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഷേപ്പ് പോലെ കൺസ്ട്രക്ട് ചെയ്യുക സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച്. ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് സെറ്റ് സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാമെന്നറിയാം, ചെയ്തു നോക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 24 × 15 = 360 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 24 × 15 = 360 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അവർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ആൻസർ ടു ദ ഫോളോയിങ് യൂസിങ് മെൻ്റൽ മാത്സ്. ഓക്കെ, മെൻ്റൽ മാത്സ് വെച്ചാൽ ഡയറക്റ്റ് ഇൻറ്റു ചെയ്യേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. വെച്ചിട്ട് ഒരു ട്രിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 24 × 15 = 360 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി ഇതാ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ മെൻ്റൽ മാത്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ആകെയുള്ള ഒരു ഹിൻ്റ് എന്ന് പറഞ്ഞാൽ 24 × 15 എന്ന് പറയുമ്പോൾ 360 ആണെന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ 240 × 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നാണ് ചോദ്യം. സിമ്പിളാണ്. നമുക്ക് 24 ഉണ്ട്, 15 ഉണ്ടല്ലേ. 24 × 15 എത്ര കിട്ടിയിട്ടുണ്ട്? 360. ഇവിടെ ഒരു 10 ഇൻറ്റു ചെയ്തൊക്കെയല്ലേ. 240 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു ചെയ്തൊക്കെയാണ്. അതുപോലെ ഇവിടെ ഒരു 10 ഇൻറ്റു ചെയ്താൽ മതി. അതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യുക? ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, 25 × 15 എങ്ങനെ ചെയ്യും? ഈ ഒരു ട്രിക്ക് വെച്ച്, ഈ ഒരു ഹിൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, 25 × 15 ആണ് ചോദ്യം. നമുക്കുള്ളത് 24 × 15 ആണ്. നമുക്ക് 25നെ അപ്പോൾ 24 ആക്കണം. എങ്ങനെ ആക്കാം? 24 + 1 എന്ന് എഴുതി കൂടെ. 24 + 1 അല്ലേ 25. ഇപ്പോൾ 24 + 1 എന്ന് ഞാൻ 25ന് എഴുതി. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, 2 ടേം ഉള്ളതുകൊണ്ടാണ്. × 50 ഇങ്ങനെ എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ 15നെ 2നും ഇൻറ്റു ചെയ്ത് കൊടുത്തൂടെ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അറിഞ്ഞൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 15 × 24 + 1. 15നെ 24ന് ഇൻറ്റു ചെയ്യുന്നു, 15നെ 1നും ഇൻറ്റു ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 15 × 24 + 1 × 15 ഇങ്ങനെയാണല്ലോ വരുന്നത്. 15 × 24 നമുക്കറിയാം 360 തന്നിട്ടുണ്ട്. 1 × 15 എത്രയാണ്? 15 ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിക്കൂടെ. നിങ്ങൾ എഴുതുമ്പോൾ സ്റ്റെപ്പ് എഴുതി ചെയ്യുക. നിങ്ങൾ മെൻ്റൽ മാത്സ് വെച്ചാണ് കണ്ടുപിടിച്ചതെന്ന് അവർക്ക് പ്രൂഫ് വേണം. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് എഴുതി ചെയ്യുക. ഓക്കെ, 360 + 15 എത്ര കിട്ടി? 375 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? ആൻസർ ക്ലിയർ ആണോ? വളരെ ഈസിയാണ്. ഓക്കെ, നമുക്ക് ആ ട്രിക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 375 ആണ് ഇതിൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? 23 × 15 എന്നുള്ളത് എങ്ങനെ ചെയ്യാം നോക്കാം. 23 × 15 എന്ന് പറയുന്നത് ഇതുപോലെ സെയിം മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, 23 × 15 ആണ് ചോദ്യം. നമുക്കുള്ളത് 24 × 15 ആണ് ഉള്ളത്. ഈ 23നെ 24 ആക്കുക. എങ്ങനെയാക്കും? 24 - 1 ആണ് എന്ത്? 23 × 15 ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യുക? 15നെ 2 ടേംസിനും കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 24 × 15 - 15 × 1 ഇങ്ങനെയല്ലേ കിട്ടുന്നത്. ഓക്കെ, 24 × 15 എത്ര? 15 × 1 എത്ര? 24 × 15 തന്നിട്ടുണ്ട്. എത്രയാണ്? 360
360 മൈനസ് 15 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 15 ആണ്. ഇതിനെ കുറച്ച് കൊടുത്താൽ മാത്രം പോരെ, 345 എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ സി പാർട്ടിൻ്റെ ഉത്തരം എന്താണ്? 345. ലാസ്റ്റ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 24 ഇൻറ്റു 16 ആണ്. അവിടെ നമുക്ക് 24 തന്നിട്ടുണ്ട്, പകരം 16 ആണ് തന്നിട്ടുള്ളത്. എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾക്ക് അറിയാം, സിമ്പിളാണ്. 16നെ 15 ആക്കുക അല്ലേ, 15 അല്ലേ ഉള്ളത്, നമുക്ക് 24 ഇൻറ്റു 15 അല്ലേ ഉള്ളത്. 16 എന്താക്കുക, 15 ആക്കുക. അങ്ങനെയാണെങ്കിൽ 24 ഇൻറ്റു എന്ത് വരും, 15 പ്ലസ് 1 എന്ന് വരും, ആണല്ലോ. ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് 24നെ ഉള്ളിലോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 24 ഇൻറ്റു 15 ഓക്കെ പ്ലസ് 24 ഇൻറ്റു 1 എന്ന് കിട്ടും, ആണല്ലോ, കറക്റ്റ് ആണല്ലോ. അപ്പോൾ ആൻസർ എന്ത് വരും? 24 ഇൻറ്റു 15 നമുക്കറിയാം 360 പ്ലസ് 24 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 384 എന്ന ആൻസർ വന്നു. കറക്റ്റ് ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്യുക ആൻസർ. ഓക്കെ, ചെയ്ത് നോക്കുക. 384 കിട്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ ഇതിൽ നിന്ന് കിട്ടി. ഇത് നമ്മൾ 25നെ ഓൾട്ടർ ചെയ്തിട്ട് അല്ലേ, 25നെ 23നെയും 16നെയൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ആൻസറിലേക്ക് മെൻ്റൽ മാത്സ് വെച്ചിട്ട് എത്താൻ പറ്റി. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും സമയം പോലും പോകത്തില്ല, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 ഇൻറ്റു 15? താഴെ തന്നിരിക്കുന്നവയിൽ 24 ഇൻറ്റു 15 ഈക്വൽ അല്ലാത്ത ആർക്കാണുള്ളതാണെന്ന് ചോദ്യം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12 ഇൻറ്റു ഓക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്, കുറേ ടേംസ് ആയിട്ട് തന്നിട്ടുണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്. 12 ഇൻറ്റു 5 ഇൻറ്റു 15 ഇതെങ്ങനെ ചെയ്യാം? 24 ഇൻറ്റു 15 ആണോ എന്ന് നോക്കിയാൽ മതി. അതായത് ഏതെങ്കിലും ഒരു ടേമിനെ 24 ആക്കിയോ ഏതെങ്കിലും ഒരു ടേമിനെ 15 ആക്കിയോ ഒക്കെ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ 15 ഉണ്ടല്ലേ, ബാക്കി രണ്ട് ടേം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 24 ആവുന്നതുകൊണ്ട് നോക്കൂ. 12 ഇൻറ്റു 2 എത്രയാണ്? 24 ആണ്. 24 ഇൻറ്റു 15 കറക്റ്റ് അല്ലേ? ഇത് 24 ആണ്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ബി പാർട്ട് നോക്കാം. 24 തന്നിട്ടുണ്ട്, ബാക്കി രണ്ട് ടേം ഇൻറ്റു ചെയ്യുമ്പോൾ 15 കിട്ടുമോ നോക്ക്. 3 ഇൻറ്റു 5 15 ആണോ? ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതും 24 ഇൻറ്റു 15 ആണ്. രണ്ടാമത്തെ അടുത്ത ടേം 12 ഇൻറ്റു 30 24 ഇൻറ്റു 15 ഈക്വൽ ആണോ എന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് 24ഉം ഇല്ല 15ഉം ഇല്ല, അപ്പോൾ നമുക്ക് നോക്കാൻ പാടായിരിക്കും. പക്ഷേ 30 ഉണ്ടല്ലേ, 30നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12 ഇൻറ്റു 15 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 15 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് 15 കിട്ടിയല്ലോ. ഇനി 12ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 24 കിട്ടുമോ എന്ന് നോക്കിയാൽ പോരെ? 12ഉം 2ൻ്റെ കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 24 ആണ്. ഇൻറ്റു 15 സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ 14 ഉണ്ട്, ഇവിടെ 24 ഉണ്ട്. ഇതിൻ്റെ ഫാക്ടേഴ്സ് ഒക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാലും 5 ഇൻറ്റു 5 എന്ന് 25ന് എഴുതാം, അല്ലെങ്കിൽ 7 ഇൻറ്റു 2 എന്ന് 14 എഴുതാം. ഇത് ഏതെങ്കിലും ഇൻറ്റു ചെയ്യുമ്പോൾ 12 ഇൻറ്റു അല്ലെങ്കിൽ 24 ഇൻറ്റു 5 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടില്ല. അപ്പം നമുക്ക് ഡി ആണ് തെറ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഏതാണ് നോട്ട് ഈക്വൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് ആ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ലാസ്റ്റത്തെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പേടിക്കേണ്ട, സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ദ എമൗണ്ട് അലോട്ടഡ് ടു സർട്ടൻ സെക്ടർ ഇൻ ദ ആനുവൽ ബഡ്ജറ്റ് ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഇസ് ഗിവൺ ഓൺ ദ ടേബിൾ. ഓക്കെ, കുറച്ച് സെക്ടർ ഉണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ആനുവൽ സെഷനിൽ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ. അവർ ഓരോ മേഖലയ്ക്കും ഓരോ സെക്ടേഴ്സിനും അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്ത എമൗണ്ട്, അതാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫോർ വിച്ച് സെക്ടർ ഇസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുള്ള ഏത് സെക്ടറിനാണെന്നാണ് ചോദ്യം. ടേബിൾ എടുക്കാം. ഓക്കെ, സെക്ടർ എത്ര സെക്ടേഴ്സ് ഉണ്ട്? 5 സെക്ടേഴ്സ് ഉണ്ട്. ഹെൽത്ത്, അഗ്രികൾച്ചർ, ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ റോഡ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 5 സെക്ടേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ എമൗണ്ടും അതിന് അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടും തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതിനാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. നോക്കൂ മക്കളെ, ഇവിടെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഓരോ നോക്കുമ്പോൾ ഏറ്റവും കുറവ് ടേംസ് ഉള്ള ആളായിരിക്കില്ലേ ഏറ്റവും കുറവ് ബഡ്ജറ്റ് ഉള്ളത്. ഏറ്റവും കുറവ് എമൗണ്ട് ഉള്ള ഏതിനാണ്? ഇവിടെ എത്ര ടേം ഉണ്ട്? ഓക്കെ, 7 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 8 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 6 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 7 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെയും 7 നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 6 നമ്പറുള്ള ഈ ആളല്ലേ 960428 ആവത്തില്ലേ ഏറ്റവും കുറവ് ബഡ്ജറ്റ് ഉള്ളത്? ഡ്രിങ്കിങ് വാട്ടറിനാണ് അവിടെ
ഏറ്റവും കുറച്ച് ബഡ്ജറ്റ് അനുവദിച്ചിട്ടുള്ളത്. അവിടെ ചിലപ്പോൾ വെള്ളം കാണാം, അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബഡ്ജറ്റ് മാത്രമേ അവർ അനുവദിച്ചിട്ടുള്ളൂ. 960428 അത്രയും റുപ്പീസ് മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഇസ് അലോട്ടഡ്. ഓക്കെ, 1 കോടിക്ക് മേലെ പ്രൈസ് അനുവദിച്ചിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം, സിമ്പിളായിട്ട് നോക്കാം. 1 കോടി എത്ര പേരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഓരോന്നിനെയും കണ്ടുപിടിക്കാം, എത്ര എമൗണ്ട് ആണെന്ന് നോക്കാം. ഇത് എത്രയാണ്? കോമൺ ഇട്ട് കൊടുക്കുക, സിമ്പിളായിട്ട് കോമൺ ഇട്ട് കൊടുക്കുക. ഇത് എത്രയുണ്ട്? 58,25,000 ആണുള്ളത് അല്ലേ? കോമ അറിയാലോ, 3 കഴിഞ്ഞിട്ട് കോമ ഇടുക, അത് കഴിഞ്ഞിട്ട് 2 എണ്ണം കൂടും കോമ ഇട്ട് പോവുക. ഓക്കെ, ഇവിടെ എത്രയുണ്ട്? 1,20,45,750 റുപ്പീസാണുള്ളത് ആണല്ലോ. ഇതെത്രയുണ്ട്? 9,60,428 റുപ്പീസാണുള്ളത്. അടുത്തത് ഇതെത്രയുണ്ട്? കോമ ഇടുക. 1,05,20,310 റുപ്പീസാണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെത്രയാണുള്ളത്? 32,95,246 റുപ്പീസാണുള്ളത്. ഏറ്റവും കുറവ് എമൗണ്ട് ആർക്കാണ്? നമ്മളെ ഡ്രിങ്കിങ് വാട്ടറിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 കോടിക്ക് മേലെ ആൾക്കാരുള്ളത്, 1 കോടിക്ക് മേലെ കിട്ടിയിട്ടുള്ള ആർക്കൊക്കെയാണ്? ഏതൊക്കെ സെക്ടേഴ്സിനാണ്? നമ്മുടെ അഗ്രികൾച്ചറിനും കിട്ടിയിട്ടുണ്ട് അല്ലേ? 1,20,00,000 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ റോഡ് ഡെവലപ്മെൻറ്റിന് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 5,20,000 അത്രയും എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അഗ്രികൾച്ചറാണ് അല്ലേ? 20 ലാഖിന് മേലെ അഗ്രികൾച്ചറിൽ അവർ ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഇത് ക്ലിയർ ആണല്ലോ. നമ്മൾ ജസ്റ്റ് നമ്പർ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് മാത്രം ഓർത്താൽ മതി, സിമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഫോർ വിച്ച് സെക്ടർ ആൻ എമൗണ്ട് ബിറ്റ്വീൻ 50 lakh and 60 lakh ഈസ് അലോട്ടഡ്. ഏത് സെക്ടറിനാണ് 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിലുള്ള ബഡ്ജറ്റ് അനുവദിച്ചിട്ടുള്ളതാണ്? 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ ആരൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും അല്ലേ? 58 lakh എന്നുള്ളത് 60നും 50നും ഇടയ്ക്ക് വരുന്നതല്ലേ? അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ 32 lakh എന്ന് പറഞ്ഞാൽ 60നും 50നും ഇടയിൽ വരുന്നതാണോ? അല്ലല്ല. അപ്പോൾ നമ്മൾ ഒരാളേ ഉള്ളൂ. ഹെൽത്ത് സെക്ടറിനാണ് ആര്? 50നും 60നും ഇടയിൽ ലാക്ക് റുപ്പീസ് ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റിൽ കിട്ടിയിട്ടുള്ളത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എത്ര റുപ്പീസാണ് എന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദ ടേബിൾ. 10 മില്യനെക്കാളും കുറവായിട്ടുള്ള എമൗണ്ട് എഴുതുക എന്നുള്ളതാണ്. 10 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മില്യൺ 10 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കോടിയാണ്. 1 crore ആണ് 10 മില്യൺ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ നമ്പർ സിസ്റ്റം അറിയാലോ. 10 മില്യൺ എഴുതാൻ അറിയാമോ? സോറി, ഒരു പൂജ്യം കൂടെ ഉണ്ടേ. ദിസ് ഈസ് 10 മില്യൺ. ഇതിനെ നമ്മൾ ഇൻ്റർനാഷണൽ നമ്പർ സിസ്റ്റത്തിൽ കോമ ഇടുന്നതും ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിൽ കോമ ഇടുന്നതും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. 1 crore ആണ് 10 മില്യൺ എന്ന് മനസ്സിലാക്കുക. ഇത് 1 crore-നെക്കാളും കുറവുള്ളതല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? എമൗണ്ട് ലെസ് ദാൻ 1 million ഫ്രം ദ ടേബിൾ. 1 മില്യനെക്കാളും കുറവുള്ളത് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, 1 മില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മില്യൺ അല്ലേ? ഓക്കെ, 1 മില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 lakh ആണ്. 10 lakhനെക്കാളും കുറവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഡ്രിങ്കിങ് വാട്ടറാണ്. 1 മില്യൺ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 lakh ആണ്. 10 മില്യൺ എന്ന് പറയുമ്പോൾ 1 crore ആണ്. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നമ്പർ ഇട്ട് കണ്ടുപിടിക്കുക. 9,60,000 ആണ് 10 lakhനെക്കാളും അല്ലെങ്കിൽ 1 മില്യനെക്കാളും കുറവായിട്ടുള്ള ആൾ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ദ ഏരിയാസ്. ഓക്കെ, ടോട്ടൽ എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്, അതായത് ബഡ്ജറ്റിൻ്റെ മൊത്തം എമൗണ്ട് എത്രയുണ്ടെന്നാണ്. ബിറ്റ്വീൻ 1 crore and 2 crore, ബിറ്റ്വീൻ 2 crore and 3 crore, 3 crore and 4 crore and above 4 crore. ഐ മീൻ 4 കോടിക്ക് മുകളിൽ ആണോ ബഡ്ജറ്റ് എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ എത്ര എമൗണ്ടിനകത്താണ് വരുന്നത് നോക്കുക. എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കേണ്ടി വരും. നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ എന്താ? 5825,000. അടുത്ത നമ്പർ 0575.
ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാ നമ്പറും കൂടെ എടുത്ത് സം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ സം ചെയ്ത് നോക്കുക, എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കുക. നോക്കാം ഇതിനെങ്ങനെ നമ്പർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് കിട്ടിയത്? 3,26,46,734 റുപ്പീസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് 3 crore അല്ലേ, 3,26,000 എക്സെട്ര ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൂടെ? ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് ടേബിളിൽ എത്ര ഈ കറക്റ്റ് ഓപ്ഷൻ ഏതെന്നാണ്. ബിറ്റ്വീൻ 3 crore and 4 crore അല്ലേ. നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 3,26,000 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഐ മീൻ 3 crore 26 lakh ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബിറ്റ്വീൻ 3 crore and 4 crore ആയിരിക്കൂലേ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഡൗട്ടൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കറക്റ്റ് പ്ലേസിൽ അത് കൊണ്ട് എല്ലാ ഡിജിറ്റിനെയും പ്ലേസ് ചെയ്ത് ആഡ് ചെയ്യുക, ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ദ പാറ്റേൺ ഗിവൺ ബിലോ ഇറ്റ്. ഓക്കെ, ഈ ഒരു പാറ്റേൺ വരയ്ക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക, റേഡിയസ് ഓഫ് 3 cm അല്ലേ. 3 cm റേഡിയസ് എന്ന് മാത്രമാണ് നമുക്ക് കണ്ടീഷൻ തന്നിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പാറ്റേൺ വരയ്ക്കുക എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്. നിങ്ങൾ കോമ്പസ് എടുക്കുക, സ്കെയിൽ എടുക്കുക, കോമ്പസിൽ എന്ത് ചെയ്യുക, 3 cm മാർക്ക് ചെയ്യുക. ഓക്കെ, 3 cm റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ കണ്ടെത്തുക അല്ലേ. സെൻറ്ററിൽ കൂടെ അല്ലേ ഈ പോയിൻ്റ് പോകുന്നത്, ആ സെൻറ്ററിൽ കൂടെ പോകുന്ന പോയിൻറ്റിന് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ഇതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഗിവൻ ബിലോ ആ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് 1 cm, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ 2 സർക്കിൾ. ഓക്കെ, ഇത് ഈ റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് തന്നിട്ടുണ്ട്? 3 cm ആണ് തന്നിട്ടുണ്ട്. 3 cm ആണ് തന്നിട്ടുണ്ട്. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 1 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഈ രണ്ട് സർക്കിളിൻ്റെയും സെൻറ്ററിലേക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, സെൻറ്ററിലോട്ട് രണ്ട് സർക്കിളിൻ്റെ സെൻറ്റർ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഡിസ്റ്റൻസ്? ആ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൈൻ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ റേഡിയസിൻ്റെ സം ആയിരിക്കുമല്ലേ. ഇവിടെ റേഡിയസ് 3, ഇതിൻ്റെ റേഡിയസ് 1. അങ്ങനെയാണെങ്കിൽ 3 + 1 എത്രയാണ്? 4 cm. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരം എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ആക്ടിവിറ്റി 6. ഹൗ മെനി 4-digit നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 6, 7, 8, 9? ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇവിടെ നമുക്ക് ഈ 6, 7, 8 and 9 ഇത്രയും നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര ഡിജിറ്റ്സ് ഫോം ആക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഓക്കെ, എത്ര ഡിജിറ്റ്സ് ഉണ്ടാക്കാം? സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് നിങ്ങൾ ഡിജിറ്റ്സ് എഴുതി നോക്കുക, എത്ര ഡിജിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എഴുതി നോക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് ഞാൻ 6 ഓരോന്നിനെ ഫിക്സഡ് ആക്കി വെച്ച് എഴുതുക, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. ഫസ്റ്റ് ഞാൻ 6 എടുക്കുകയാണ്. 6 എടുക്കുമ്പോൾ 7, 8, 9 ഇതാണ് എൻ്റെ ഫസ്റ്റ് നമ്പർ. അടുത്ത 6നെ തന്നെ ഞാൻ ഫിക്സ് ആക്കി വെച്ചു. ഓക്കെ, ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. 6, 7 അവിടെ നിൽക്കട്ടെ, 9, 8 ആക്കി. അടുത്ത 6, 8, 7, 9 ആക്കി. 6, 8, 9, 7 ആക്കി. ഓക്കെ, ഓരോ നമ്പേഴ്സ് എഴുതാം നമുക്ക്. 6, അടുത്ത 9, 8, 7, 6, 9, 7, 8. ഓക്കെ, 6 വെച്ചിട്ട് ഞാൻ 6നെ ഫസ്റ്റ് പ്ലേസിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാ നമ്പേഴ്സും എഴുതിയല്ലോ, പോസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഞാൻ എഴുതിയിട്ടുണ്ട്. അടുത്ത നമുക്ക് 7നെ ഫസ്റ്റ് പ്ലേസിൽ കൊണ്ടുവരാം. 7, 6, 8, 9, 7, 6, 9, 8, 7, 9, 6, 8, 7. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ഇങ്ങനെ ഓരോ രീതിയിലും മാറ്റി തിരിച്ചും പൊസിഷൻ ചേഞ്ച് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, 6, 7, 8, 9, 6, 7, 8, 6, 9. അടുത്ത 7 വെച്ചിട്ടും പോസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും ഞാൻ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത 8 വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എഴുതി വെക്കാം. 8, 6, 9, 7, 8, 6, 7, 9, 8, 7, 6, 9, 8, 7, 9, 6, 8, 8, 9, 7, 6, 8, 9, 6, 7. ഓക്കെ, അടുത്ത 9 വെച്ചിട്ടുള്ള നമ്പേഴ്സ് എഴുതി നോക്കാം. 9, 6, 8, 7, 9, 6, 7, 8, 9, 7, 6, 8, 9, 7, 8, 6, 9, 8, 7, 6, 9, 8,
6 7 ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എല്ലാ പോസിബിൾ ഈ 4 ഡിജിറ്റ് വെച്ചിട്ടുള്ള എല്ലാ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സും കിട്ടും. ഒരു ഡിജിറ്റിനെ ഒരു സ്ഥലത്ത് ഫിക്സ് ആക്കുക, അത് വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എഴുതി നോക്കുക. അപ്പോൾ ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഫസ്റ്റ് ചോദ്യം. ഹൗ മെനി ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് ചോദ്യം. 1 2 3 4 5 6 അങ്ങനെ നിങ്ങൾ എഴുതി നോക്കുമ്പോൾ 24 നമ്പേഴ്സ് കിട്ടാൻ പറ്റും. 24 ആണ് ടോട്ടൽ നമ്പർ. എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും? 24 നമ്പേഴ്സ് നമുക്ക് ഇതുവഴി ഫോം ചെയ്യാൻ പറ്റും. എഴുതി നോക്കുക, ഡയറക്റ്റ് എഴുതി നോക്കുക ചെയ്യുക. ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദെയർ വിത്ത് 7 ഇൻ വൺസ് പ്ലേസ്? വൺസിൻ്റെ പ്ലേസിൽ 7 വെച്ചിട്ട് എത്ര നമ്പേഴ്സ് വരുമെന്നാണ് ചോദ്യം. നോക്കാം, നമുക്ക് എണ്ണി നോക്കാം. വൺസിൻ്റെ പ്ലേസിൽ 7 വരുന്ന 1 2 3 4 5 and 6 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? വൺസിൻ്റെ പ്ലേസിൽ 7 വരുന്ന 6 നമ്പേഴ്സ് ഉണ്ട്. ഇതിനേക്കാളും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഫസ്റ്റിൽ ആരെയാണ് എഴുതിയത്? 6നെയാണ് എഴുതിയത്, പിന്നെ 7നെ എഴുതി, പിന്നെ നമ്മൾ ഏത് പ്ലേസിലാണ് എഴുതിയത്? 1s 10s 100s and 1000s. 1000സിൻ്റെ പ്ലേസിലാണ്, അതായത് 4th പ്ലേസിൽ. അതായത് ഫസ്റ്റ് നമ്മൾ എഴുതിയത് 6 ആണ്. ഓക്കെ, 6നെ ഫസ്റ്റിൽ എഴുതിയപ്പോൾ എത്ര ഡിജിറ്റ്സ് വന്നു? 1 2 3 4 5 6 അല്ലേ? എത്ര നമ്പേഴ്സ് വന്നു? 1 2 3 4 5 6. 6 പ്രാവശ്യം നമുക്ക് ഇത്രയും നമ്പേഴ്സിനെ നമ്മൾ എഴുതാൻ പറ്റി അല്ലേ? 6 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നു. അതുപോലെ തന്നെയാണ് ഏതൊരു നമ്പർ ഏതൊരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് 6 തവണ പുതിയ നമ്പേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പുതിയ നമ്പേഴ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത്ര ചോദിച്ചിട്ടുള്ളൂ. എത്ര ആണ് വൺസിൻ്റെ പ്ലേസിൽ 7 വരുമ്പോൾ എത്ര നമ്പേഴ്സിന് കിട്ടും? 6 തവണ. നിങ്ങൾക്ക് എണ്ണാതെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് കോംപ്ലക്സ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. എമംഗ് ദ നമ്പേഴ്സ് ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 6 7 8 9 ഹൗ മെനി ആർ ഓഡ് നമ്പേഴ്സ്? എത്രയാണ് ഓഡ് നമ്പേഴ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അർത്ഥം? ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഫൈനൽ, അതായത് വൺസിൻ്റെ പ്ലേസിൽ എന്ത് വരണം? നമുക്ക് ഓഡ് നമ്പർ തന്നെ വരണം. വൺസിൻ്റെ പ്ലേസിൽ ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് ഉണ്ട് അല്ലേ? 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 ഓഡ് നമ്പറാണ്. 7ഉം 9ഉം ഓഡ് നമ്പറാണ്. അപ്പോൾ 7ഉം 9ഉം വൺസിൻ്റെ പ്ലേസിൽ വന്നാൽ അതെന്തായിരിക്കും? ആ നമ്പർ എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 7ഉം 9ഉം വൺസിൻ്റെ പ്ലേസിൽ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. ഒന്നുകൂടെ എണ്ണം. 1 2 3 4 5 6 7 8 9 10 11 12. സോറി, ആദ്യം കൗണ്ടിങ് മിസ്റ്റേക്ക് ആയിരുന്നു. 12 നമ്പേഴ്സാണുള്ളത്. ഓക്കെ, 12 നമ്പേഴ്സിനെ നമുക്ക് ഓഡ് നമ്പേഴ്സാക്കി ഫോം ചെയ്യാൻ പറ്റും. 12 നമ്പേഴ്സ്. അതെങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? വൺസിൻ്റെ പ്ലേസിൽ 9ഉം 7ഉം വരുന്ന നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സാണ്. ഇതിനേക്കാളും ഞാൻ പറഞ്ഞില്ലേ, വൺസിൻ്റെ പ്ലേസിൽ 7 വരുന്നത് എത്ര തവണയാണ്? 6 തവണ. അതുപോലെ തന്നെ വൺസിൻ്റെ പ്ലേസിൽ 9 വരുന്നത് എത്ര തവണ ആയിരിക്കും? 6 തവണ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ? അങ്ങനെ ആയാലും നിങ്ങൾക്ക് 12 കിട്ടും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 12 കിട്ടും. ഓക്കെ, അപ്പം ഓഡ് നമ്പേഴ്സ് വരുന്നത് 12 തവണ. ഏതെങ്കിലും ഒരു നമ്പർ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് 6 തവണ. ഈ 4 ഡിജിറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ 24 തവണ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്തിട്ട് ഡയറക്റ്റ് എഴുതിയാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതിൻ്റെ തന്നെ ഓപ്ഷനാണ് ഹൗ മെനി 4 ഡിജിറ്റ് നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ്സ് 6 7 8 and 0. ഓക്കെ, പുതിയൊരു ടേം വന്നു. 9 മാറ്റിയിട്ട് നമുക്ക് 0 വന്നു. 0 വന്നു കഴിഞ്ഞാൽ എത്ര ടേംസ് ഉണ്ടാക്കാമെന്നാണ് ചോദ്യം. നേരത്തെ നമ്മൾ 24 ടേംസ് ഉണ്ടാക്കിയില്ലേ? 6 എണ്ണം ഫസ്റ്റ് 6ൻ്റെ സ്ഥാനം കൊണ്ടുവന്നു 6 എണ്ണം, പിന്നെ 7 ഫസ്റ്റിൽ കൊണ്ടുവന്നു 6 എണ്ണം, പിന്നെ 8 കൊണ്ടുവന്നു, പിന്നെ 9 കൊണ്ടുവന്നു 6 എണ്ണം. ഈ 4 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 24 കിട്ടി അല്ലേ? അതുപോലെ ഇവിടെ 4 ഡിജിറ്റ് നമ്പർ നമുക്ക് വേറെ ഒരു നമ്പർ, അതായത് 0 കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള. 0 ഒരു പ്രത്യേകത എന്താണ്? 0 ഫസ്റ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 0 വെച്ചിട്ട് ഒരു നമ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ 0 7 6 8 ഈ ഒരു നമ്പർ 4 ഡിജിറ്റ് ആണോ 3 ഡിജിറ്റ് ആണോ? ഇത് 3 ഡിജിറ്റ് ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ തൊട്ടല്ലേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ 7 6 8 ആണ്. അതായത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. 0 ഫസ്റ്റ് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ നമ്പറിനെ 3 ഡിജിറ്റ് ആയിട്ടായിരിക്കും കൂട്ടുക. അപ്പോൾ ഈ 6 എന്തായി? കട്ടായി. മനസ്സിലായോ? അതായത് ആ 0 വെച്ചിട്ടുള്ള ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന 6 നമ്പേഴ്സും ഞാൻ ക്യാൻസലാക്കി. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 + 6 + 6 എത്ര കിട്ടി? 18 നമ്പേഴ്സ് ഉണ്ട്. 18 ഡിജിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓരോന്നായിട്ട് എഴുതി നോക്കുക. ഓരോ നമ്പേഴ്സായിട്ട് എന്ത് ചെയ്യുക? എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 18 തന്നെ കിട്ടും. 18 ഡിജിറ്റ്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. ഓക്കെ, കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അത് വെച്ചിട്ട് ഒരു നമ്പറിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഡിജിറ്റ് 0 4 6 8 and 5. ഓക്കെ, എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 5 5 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 5 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആയിരിക്കും നമുക്ക് ഫോം ചെയ്യാനുള്ളത്. ഓക്കെ,
5 ഡിജിറ്റ് 1 2 3 4 5 ഡിജിറ്റ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും ഫോം ചെയ്യാനുള്ളത്. ഓക്കെ, ദിസ് നമ്പർ ഈസ് ബിറ്റ്വീൻ 4 ഓക്കെ എത്ര 40,000 ആൻഡ് 50,000. 40,000-നും 50,000-നും ഇടയിലായിരിക്കും നമ്പർ. അതായത് 40,000 സംതിങ് തന്നെ വരണ്ടേ. അതായത് ഫസ്റ്റ് ഈ സ്ഥാനത്ത് ഏത് വരണം? 4 വരണം. ഫസ്റ്റ് പ്ലേസിൽ ഏത് വരണം? 4 തന്നെ വരണം. മനസ്സിലായോ? 40,000-നും 50,000-നും ഇടയിലാണ്. അതായത് നമ്മൾ 40,000 സംതിങ് ആയിരിക്കാം കിട്ടാമെന്നുള്ള ഒരു ഗസ്സിലാണ് നമ്മൾ 4 എഴുതിയത്. ഇറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ. കിട്ടുന്ന നമ്പർ ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ഓഡ് നമ്പർ ആവണമെങ്കിൽ ഇതിൽ ഏതാണ് ഓഡ് നമ്പർ? വൺസിൻ്റെ പ്ലേസിൽ ഓഡ് നമ്പർ വരണം. അതുകൊണ്ടല്ലേ ആ നമ്പറിനെ നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. വൺസിൻ്റെ പ്ലേസിൽ ഓഡ് നമ്പർ വരണമെങ്കിൽ നോക്കൂ, ഇവിടെ 5 തന്നെയല്ലേ മാത്രമല്ലേ ഉള്ളൂ ഓഡ് നമ്പർ ആയിട്ട്. അപ്പോൾ 5 വൺസിൻ്റെ പ്ലേസിൽ എഴുതും. സിമ്പിളായിട്ട് നമുക്ക് അടുത്ത നമ്പറും കിട്ടിയില്ലേ. ഇനി അടുത്ത നമ്പർ നോക്കാം. ഏതാണ് കിട്ടുന്നത്? ഡിജിറ്റ് ഇൻ ദ 100th പ്ലേസ് ഇസ് ദ പ്ലേസ് ഓഫ് ദ നമ്പർ ഇസ് 0. അതായത് 100th പ്ലേസിൽ വരുന്ന നമ്പർ ഏതാണ്? 0 ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 100th പ്ലേസ് ഏതാണ്? ഇതാണ്. അവിടെ 0 വന്നു. അടുത്ത ടേം എന്ന് പറയുമ്പോൾ ദ നമ്പർ ഫോംഡ് ബൈ 3 മിഡിൽ ഡിജിറ്റ്സ് ഇസ് ബിറ്റ്വീൻ 600 ആൻഡ് 700. ഓക്കെ, 3 മിഡിൽ ഡിജിറ്റിൽ വരുന്ന നമ്പർ, മിഡിൽ ഡിജിറ്റിൽ വരുന്ന 3 നമ്പർ 600-നും 700-നും ഇടയിലായിരിക്കും. അതായത് 600-നും 700-നും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ 600 സംതിങ് തന്നെ വരണ്ടേ. നമ്മൾ നേരത്തെ 40,000-നും 50,000-നും ഇടയിൽ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 600-നും 700-നും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 600 സംതിങ് തന്നെ വരണ്ടേ. അപ്പോൾ ഈ ഡിജിറ്റിൻ്റെ ഫസ്റ്റ് 600 സംതിങ് ആണ്. അങ്ങനെ ബാക്കിയുള്ളത് മാത്രം എഴുതിയാൽ മതി. ഈ പ്ലേസിൽ 8 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോൾ 46,085 റുപ്പീസ്. ഐ മീൻ 46,085 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡിജിറ്റ് അല്ലെങ്കിൽ നമ്പർ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഈ ഹിൻഡ് വെച്ചിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? there are 1,775 students in a school. It was decided to distribute laddus to all the students on the occasion of പ്രവേശനോത്സവം. അല്ലേ, പ്രവേശനോത്സവത്തിന് 1775 കുട്ടികൾ, 1,775 സ്റ്റുഡൻസ് ആണ് ഒരു സ്കൂളിലുള്ളത്. ഓക്കെ, ആ സ്കൂളിലുള്ള കുട്ടികൾക്കെല്ലാം ലഡ്ഡു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സ്കൂൾ അസോസിയേഷൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഈച്ച് പാക്കറ്റ് ബോട്ട് കണ്ടെയ്ൻസ് 25 ലഡ്ഡു, ഹൗ മെനി പാക്കറ്റ് ആർ ബോട്ട് ബോട്ട് എന്നാണ് ചോദ്യം. അതായത് 1775 കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കെല്ലാം ഓരോ ലഡ്ഡു വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ ഓരോ പാക്കറ്റ് വാങ്ങുകയാണ്. ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ, ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 25 ലഡ്ഡു അടങ്ങുന്ന കുറേ പാക്കറ്റ്സ് വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ്സ് വേണം ഈ കുട്ടികൾക്കെല്ലാം ഫീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര പാക്കറ്റ്സ് വേണമെന്നാണ് ചോദ്യം. സിമ്പിളാണ്. നമുക്ക് 1,775 എത്രയുണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. അതിനെ ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് എത്ര പാക്കറ്റ് കിട്ടുമെന്ന് കിട്ടൂലേ. ഒരു പാക്കറ്റിൽ 25 ലഡ്ഡു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് വേണമെന്നറിയാൻ 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. 25 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1,775-നെ 25-ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 175 25 എത്ര കിട്ടി? ഓക്കെ, ഇസ് ഈക്വൽ ടു 71 ലഡ്ഡൂസ്. ഐ മീൻ 71 പാക്കറ്റ്സ് ഓഫ് ലഡ്ഡൂസ് ആണ് വാങ്ങാനുള്ളത്. 71 പാക്കറ്റ്സ് വാങ്ങിക്കഴിഞ്ഞാൽ 1775 സ്റ്റുഡൻസിന് നമുക്ക് ലഡ്ഡു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. 225 മോർ ലഡ്ഡൂസ് വെയർ ബോട്ട് ഫോർ ഗസ്റ്റ്. ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻ 15 ലഡ്ഡൂസ്. ഹൗ മെനി മോർ പാക്കറ്റ് ഓഫ് ലഡ്ഡൂസ് വെയർ ബോട്ട്? ഓക്കെ, 225 ലഡ്ഡൂസ് കൂടുതൽ വാങ്ങി. കാരണം 15 ഗസ്റ്റിന് അല്ലെങ്കിൽ ഗസ്റ്റിനെ ഫീഡ് ചെയ്യാനുണ്ട് അല്ലേ, ഗസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാനുണ്ട്. 15 ഗസ്റ്റ് അല്ല, അതിലെ ഒരു പാക്കറ്റിൽ 15 ലഡ്ഡൂസാണുള്ളത്. 225 ലഡ്ഡൂസ് എക്സ്ട്രാ വേണം. അതിൽ ഒരു പാക്കറ്റിൽ വാങ്ങുന്ന ലഡുവിന് എത്ര ലഡൂസ് ഉണ്ട്? ഒരു പാക്കറ്റിൽ എത്ര ലഡൂസ് ഉണ്ട്? 15 ലഡൂസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ്സ് വേണമെന്നാണ് ചോദ്യം. സിമ്പിൾ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 225-നെ ഇവിടെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 15 എന്ന ആൻസർ കിട്ടും. 15 പാക്കറ്റ്സ് ഓഫ് ലഡൂസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അടുത്ത പാട്ടെന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 4. ദെൻ വിച്ച് ഇസ് ഈക്വൽ ടു 2000 ഡിവൈഡഡ് ബൈ 5 എന്നാണ് ചോദ്യം. ഓക്കെ, സിമ്പിളാണ്. നോക്കാം. നമുക്ക് 20 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത് നമുക്ക് 4 എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം, ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2000 ഡിവൈഡഡ് ബൈ 2000 അല്ലേ, 2000 ഡിവൈഡഡ് ബൈ 5 എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ്? ഓക്കെ, 20 ഡിവൈഡഡ് ബൈ 5 നമുക്ക് എത്രയുണ്ട്? 4 ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു എത്ര 0 ഉണ്ട്? 100.
2 0 എന്ന് പറയുമ്പോൾ 100 അല്ലേ, 4 × 100. 4 × 100 ഓപ്ഷനിലുണ്ടോ നോക്കാം. 4 × 100 ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇൻ ദ ഫിഗർ എ ലാർജ് സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻടു 8 ഈക്വൽ പാർട്സ്. ഓക്കെ, ഒരു സ്ക്വയറിനെ 8 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദ ലാർജ് സ്ക്വയർ ഈസ് ദ ഷെയ്ഡഡ്. ഓക്കെ, ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്? 3 ആണല്ലേ, തേർഡ് പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര പാർട്ടാണ് ഈ സ്ക്വയറിൻ്റെ എത്രാമത്തെ പാർട്ടാണത് എന്നാണ് ചോദ്യം. സിമ്പിളാണ്. 8 പാർട്ടുണ്ടല്ലേ, ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8 പാർട്ടുണ്ട്. ഇത് ഒരെണ്ണമല്ലേ, 1/8. സിമ്പിൾ. ഓക്കെ, ടോട്ടൽ എത്ര പാർട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട്? 1/8. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻടു 16 ഈക്വൽ പാർട്ട് എന്നാണ് ചോദ്യം. ഓക്കെ, 4 സെൻറ്റിമീറ്ററിൻ്റെ നീളമുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, എല്ലാ സൈഡും 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈക്വൽ പാർട്ടായിട്ട് 16 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കിതിനെ ആദ്യം ഹാഫായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 2 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് കറക്റ്റ് പകുതി വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 16 എണ്ണം കിട്ടും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and 16 ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഈക്വൽ പാർട്ടായിട്ട് ഈ സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഷെയ്ഡ് 1/2 ഓഫ് ദ സ്ക്വയർ യു ഹാവ് ഡ്രോൺ. 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള ഇതിൻ്റെ 1/2 ഷെയ്ഡ് ചെയ്യുക. എങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ നോക്കാം? ഓക്കെ, എത്രയാണ് 1/2? പകുതിയല്ലേ. ഇതാ ഒരു ഹാഫിനെ അങ്ങ് ഷെയ്ഡ് ചെയ്തുക. ഒരു ഹാഫിനെ ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3/4 എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3/4. 3/4ൻ്റെ ഇക്വാലൻ്റ് ആരാന്നാണ് ചോദ്യം. ഫസ്റ്റ് നമുക്ക് എടുക്കാം. ഈ 12/16 നമുക്ക് എങ്ങനെ എഴുതാം? 12/16 നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ എന്ത് വരും? 6 വരും. താഴെ എന്ത് വരും? നമ്മൾ 2 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. താഴെ എന്ത് വരും? 8 വരും. ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാമല്ലോ. ഇതിനെ വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? മുകളിൽ 3 വരും. താഴെ എന്ത് വരും? താഴെ 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ ഇത് 3/4 ആണോ? 3/4 ആണ്. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ഈക്വൽ ടു ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 6/8 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6/8 ഇതിനെ രണ്ടിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 എന്ന് കിട്ടും. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. 8/12 ഡിവൈഡ് ചെയ്യാം. 8/12നെ 2 വെച്ചോ ഏത് വെച്ചാണ് ഡിവൈഡ് ചെയ്യാം? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. വീണ്ടും ഡിവൈഡ് ചെയ്യാം. നമുക്ക് 2/3 എന്ന് കിട്ടും. ഓക്കെ, 2/3 എന്ന് കിട്ടും. 15നെ 20 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക രണ്ടിനെയും. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 3/4 ആണ്. അതായത് ഡിയും ബിയും എയും 3/4ന് ഈക്വലാണ്. ഏത് അല്ല? സി അല്ല. 8/12 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 2/3 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ ടേബിൾ ബൈ റൈറ്റിംഗ് ദ മെഷർമെൻറ്റ്സ് ഇൻ ഫ്രാക്ഷണൽ ഫോം ആൻഡ് ഡെസിമൽ ഫോം. ഓക്കെ, ഫ്രാക്ഷണൽ ഫോമിലും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, ഡെസിമൽ ഫോമിലും എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഫ്രാക്ഷണൽ ഫോം എന്താ പറഞ്ഞാൽ എന്താ മക്കളെ? P/Q ഫോമിലും നമ്മൾ ഡെസിമൽ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഫോമിലും ഒക്കെ എഴുതുന്ന മെത്തേഡാണ്. നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ. ഇതിനെ ഫ്രാക്ഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക, അതും സെൻറ്റിമീറ്റേഴ്സിൽ. നിങ്ങൾ ബേസിക്കായിട്ട് അറിയേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്സ് എന്താണെന്ന് അറിയുക. എന്തൊക്കെ? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതുപോലുള്ള ബേസിക്കായിട്ടുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ പറയാം. ഓക്കെ, ബേസിക്കലി ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെ ആയതുകൊണ്ട് 1 സെൻറ്റിമീറ്റർ എത്രയാണെന്ന് നിങ്ങളോട് ചോദ്യം. 1 സെൻറ്റിമീറ്റർ എത്രയാണ്? എത്ര മില്ലിമീറ്റർ ആണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. നിങ്ങൾ സ്കെയിലൊക്കെ നിങ്ങൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയ ചെറിയ റീഡിങ്സ് കാണും. അതാണ് മില്ലിമീറ്റർ.
ഓക്കെ 1 സെൻറ്റിമീറ്ററിൽ പോകും മുന്നേ ചെറിയ 10 മെഷർമെൻറ്റ് കാണും ചെറുതായിട്ട്, അതാണ് മില്ലിമീറ്റർ. ഓക്കെ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റേഴ്സാണ്. ഇവിടെ ചോദ്യം 7 സെൻറ്റിമീറ്റേഴ്സാണ്. 7 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 7 × 10, അപ്പോൾ 70 മില്ലിമീറ്റേഴ്സ് ആയിരിക്കും. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 70 മില്ലിമീറ്റേഴ്സ്. എപ്പോഴും ഓർക്കുക, ചെറിയ ഒരു നമ്മളിപ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റീനെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലോട്ടാക്കുകയാണ്, അതായത് സെൻറ്റിമീറ്ററിനെ മില്ലിമീറ്ററിലോട്ടാക്കുകയാണ്. വലുതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യുക. എപ്പോഴും വലുതിനെ ചെറുതാക്കാനാണെങ്കിൽ ഇൻറ്റു, അത് മാത്രം ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ചെറുതിനെ വലുതാക്കാനാണെങ്കിൽ ഡിവൈഡ്, അത് നേരെ തിരിച്ചുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ 7 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? 70 മില്ലിമീറ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ. ഓക്കെ 8 മില്ലിമീറ്റർ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? 70 മില്ലിമീറ്റർ പ്ലസ് 8 മില്ലിമീറ്റർ കൂടെ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 78 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ മില്ലിമീറ്ററിൽ എഴുതേണ്ട ഫോം. 78 മില്ലിമീറ്റർ. ഓക്കെ, നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫ്രാക്ഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രാക്ഷണൽ ഫോമിൽ നമ്മൾ സെൻറ്റിമീറ്റേഴ്സിലാണ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 78 മില്ലിമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിതിനെ ഫ്രാക്ഷനിലാക്കി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ മില്ലിമീറ്റേഴ്സിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ചെറുതിനെ വലുതാക്കണം. ചെറുതിനെ വലുതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട്? 10 കൊണ്ട്. 10 അല്ലേ അവരുടെ വ്യത്യാസം. 78 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് കിട്ടി. 78/10 സെൻറ്റിമീറ്റർ. ഇത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ 78/10 ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെസിമൽ ഫോമിലോട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഡെസിമൽ ഫോമിൽ എങ്ങനെ എഴുതാം? 78/10 ഡെസിമലിൽ ഡിവൈഡ് ചെയ്ത് നോക്ക്. ഈ പോയിൻ്റ് ഇവിടെ വരും അല്ലേ? ഒരു പോയിൻ്റ് ലെഫ്റ്റിലോട്ട് പോകും. 7.8 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഡയറക്റ്റ് നിങ്ങൾ ഡിവൈഡ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 9 ലിറ്റേഴ്സ് ആൻഡ് 675 മില്ലി ലിറ്റേഴ്സ്. 9 ലിറ്റേഴ്സും 675 മില്ലി ലിറ്റേഴ്സും. ഇതിനെ ലിറ്ററിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എഴുതുക. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ 1000 മില്ലി ലിറ്റർ ആണ്. ഓക്കെ 1000 ml ആണ്. നമ്മൾ കടയിലൊക്കെ പോയി 500 ml പാല്, 500 ml എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഒരു 500 ml കൂടെ ഇട്ട് കഴിഞ്ഞാൽ 1000 ആയി. 1000 ml എന്ന് പറഞ്ഞാൽ എത്ര? 1 ലിറ്റർ. 1 ലിറ്റർ പാലെന്ന് പറയുമ്പോൾ 1000 ml ആണ്. ഇത് ഓർത്തിരിക്കുക. ഓക്കെ 9 ലിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര ml ആയിരിക്കും? 9000 അല്ലേ? 9 × 1000 ചെയ്യുക. 9000 ml ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 675 മില്ലി ലിറ്റേഴ്സ് ഉണ്ടല്ലേ, പ്ലസ് 675 ml കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കാര്യം കഴിഞ്ഞു. അതായത് 9675 ml ആണ് ടോട്ടൽ. മനസ്സിലായോ? ടോട്ടൽ നമ്മൾ എന്തിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ? മില്ലി ലിറ്റേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ലിറ്റേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? നോക്കാം, സിമ്പിളാണ്. 967.5നെ നമ്മൾ എന്ത് ചെയ്യാണ്? ml-നെ ലിറ്ററിലോട്ട് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ചെറുതിനെ വലുതാക്കുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. 1000 ml. മനസ്സിലായോ? 1000 ലിറ്റർ. ഇതാണ് നമ്മൾ ഫ്രാക്ഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. 9675 ഡിവൈഡഡ് ബൈ 1000. ഇതിനെ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 0 ലെഫ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുക. 1 2 3. ഓക്കെ 3 പോയിൻറ്റ് മാറ്റി ഇട്ട് കൊടുക്കുക. 9.675 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആണോ? ഇത് എത്ര കിട്ടി നമുക്ക്? 78/10 കിട്ടി. അതുപോലെ ഇത് 7.8 കിട്ടി. ഇത് എത്ര കിട്ടി? 9675 ഡിവൈഡഡ് ബൈ 1000 കിട്ടി. ഇത് എത്ര കിട്ടി? 9.675 കിട്ടി. ബാക്കി എല്ലാം ഇതുപോലെ ചെയ്യേണ്ട മെത്തേഡാണ്. 1 kg എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 grams ആണ്. ഓക്കെ 1000 grams ആണ്. അങ്ങനെയാണെങ്കിൽ 7 kg അല്ലേ തന്നിട്ടുള്ളത്? 7 kg എന്ന് പറയുമ്പോൾ എത്രയാണ്? പറ, എത്രയാണ്? 7000. സിമ്പിളാണേ. ഓക്കെ, പ്ലസ് ആരെ തന്നിട്ടുണ്ട്? 125 ഗ്രാം കൂടെ തന്നിട്ടുണ്ട്. 7000 gram പ്ലസ് 125 gram എത്ര കിട്ടി? 7125 gram. ഓക്കെ, എന്ത് ചെയ്യുക? കിലോഗ്രാമിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ 1000. 7125 ഡിവൈഡഡ് ബൈ 1000 എത്ര കിട്ടി? 1000 കിലോഗ്രാം. ഓക്കെ 7125 ഡിവൈഡഡ് ബൈ 1000 എത്ര കിട്ടും മക്കളെ? 7.125 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 4 മീറ്റർ 85 സെൻറ്റിമീറ്റർ. ഇവിടെയാണ് കുഴപ്പം വരുന്നത്. നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന വാല്യൂസ് വ്യത്യാസം വരും. നോക്കൂ, ഇവിടെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1000 സെൻറ്റിമീറ്റർ അല്ല. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നിങ്ങൾ 1000 ഒക്കെ ചെയ്തു കൊണ്ടുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് 1000 ഇട്ട് കൊടുക്കരുത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4 മീറ്റർ എന്ന് പറയുമ്പോൾ 400 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? 400 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. പ്ലസ് 85 കൂടെ ചെയ്യുക, കാരണം ഇവിടെ 85 സെൻറ്റിമീറ്റേഴ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അല്ലേ? 85. ഓക്കെ,
485 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം മീറ്ററിലോട്ട് കിട്ടാൻ 100. അത് നമ്മൾ പോയിന്റിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 4.85 എന്ന് വരും. ഡൗട്ടൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 8 മില്ലിമീറ്റേഴ്സ് ആണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മീറ്ററിൻ്റെ മില്ലിമീറ്ററിലോട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇവിടെ 8 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുമ്പം സെൻറ്റിമീറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, 8/10 ചെയ്യുക. അപ്പം സെൻറ്റിമീറ്ററിലോട്ട് കിട്ടൂലേ? എത്രയാണ് മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കാൻ വേണ്ടിയിട്ട്? 10 ആണല്ലേ. 10 മില്ലിമീറ്റേഴ്സ് അല്ലേ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ചെറുതിനെ വലുതാക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്യുക. 8/10. 8/10നെ പോയിൻ്റ് ആക്കുമ്പോൾ 0.8. അതറിയാലോ, സിമ്പിളാണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. രാധ ട്രാവൽഡ് ബൈ ട്രെയിൻ ഫ്രം തിരുവനന്തപുരം അറ്റ് 7:45 ആൻഡ് റീച്ച് കോട്ടയം അറ്റ് ദ സെയിം ഡേ 11:15. ഓക്കെ, രാധ ട്രെയിൻ കയറി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ട് 7:45 7:45 പോയത്. ഓക്കെ, AM PM ഒന്നും തന്നിട്ടില്ല. റീച്ച്ഡ് കോട്ടയം അറ്റ് ദ സെയിം ഡേ 11:15. ഓക്കെ, ഓൺ ദ സെയിം ഡേ ഷി ട്രാവൽഡ് ഫ്രം കോട്ടയം അറ്റ് 15.10 അല്ലെങ്കിൽ 15:10 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് 24 hour ക്ലോക്കിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ റെയിൽവേ ടൈം അല്ലെങ്കിൽ മിലിറ്ററി ടൈം എന്നൊക്കെ പറയുന്ന ടൈമാണ്. അതുകൊണ്ടാണ് ഇവിടെ AM PM തരാത്തത്. ഞാൻ പറഞ്ഞുതരാം. ആൻഡ് റീച്ച് തിരുവനന്തപുരം അറ്റ് 18:55. ഓക്കെ, ഇത് ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, പേടിക്കേണ്ട. സാധാരണ നമ്മൾ ക്ലോക്കിൽ ടൈം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 PM 2 PM എന്നൊക്കെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പകരം നമ്മൾ 12 PM കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 PM അല്ലേ. പകരം നമ്മൾ എന്താണ് 24 hour ക്ലോക്കിൽ 12 PM കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് 12 PM എന്ന് എഴുതിയിട്ടില്ല, നമ്പേഴ്സ് മാത്രമേ എഴുതുള്ളൂ. 12 കഴിഞ്ഞാൽ 13, 14, 15, 16 എന്നാണ് പോകുന്നത്. ഓക്കെ, അതങ്ങനെ 23 വരെ പോകും. 23 എന്ന് പറഞ്ഞാൽ 11 ആണ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ 12 വീണ്ടും സ്റ്റാർട്ടാവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ 14 എന്ന് പറഞ്ഞാൽ 2 PM ആണ്. ഇവിടെ 15 എന്ന് പറഞ്ഞാൽ 3 PM ആണ്. 16 എന്ന് പറഞ്ഞാൽ 4 PM ആണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 15:10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15:10 എന്ന് പറഞ്ഞാൽ 3 PM ആണ് അവർ ഉദ്ദേശിക്കുന്നത്. 15:10 എന്ന് പറഞ്ഞാൽ 3 PM 10 minutes. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം ഡിഡ് രാധ ടേക്ക് ടു റീച്ച് കോട്ടയം ഫ്രം തിരുവനന്തപുരത്തിൽ നിന്ന് കോട്ടയത്തിലേക്ക് എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇതിനെ സോൾവ് ചെയ്താലോ. നോക്കൂ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അവൾ പുറപ്പെട്ട സമയം, രാധ പുറപ്പെട്ട സമയം എത്രയാണ്? 7:45 ആണല്ലേ. 7:45 പുറപ്പെട്ടത്. എത്തിയ സമയം എത്രയാണ്? രാധ എത്തിയ സമയം 11:15 ആണ്. ഓക്കെ, ഇത് എത്ര ടൈമുണ്ട് എന്ന് നോക്കിയാൽ മതി. സിമ്പിളാണ്. നോക്ക്, 1 hour കഴിയുമ്പോൾ എത്രയായി? 8:45 ആയി. വീണ്ടും 1 hour കഴിയുമ്പോൾ എത്രയായി? 9:45 ആയി. വീണ്ടും 1 hour കഴിയുമ്പോൾ എത്രയായി? 10:45 ആയി അല്ലേ. വീണ്ടും 1 hour കഴിഞ്ഞ് പോയാൽ 11:45 ആവും. രാധ എത്തിയത് എത്രയാണ്? 11:15 ആണ് എത്തിയത്. ഓക്കെ, ജസ്റ്റ് ഇത്ര ഓർക്കുക. ഇവിടെ 1 hour ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ 1 hour ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ 1 hour ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇത്ര മാത്രം ആലോചിക്കുക. 10:45 നിന്ന് 11:15 എത്ര ടൈമുണ്ട്? എത്ര ടൈം ഗ്യാപ്പ് ഉണ്ട്? 10:45 തൊട്ട് 11:15 വരെ, 11:15 വരെ എത്ര ഗ്യാപ്പ് ഉണ്ട്? 30 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലേ. 30 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. അതായത് 1 hour + 1 hour + 1 hour എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ എടുത്തു പ്ലസ് 30 മിനിറ്റ്, അതായത് 3 hours and 30 minutes. ഇത്രയാണ് രാധയ്ക്ക് എവിടെ എത്താൻ? തിരുവനന്തപുരത്തിൽ നിന്ന് കോട്ടയത്തിലേക്ക് എത്താനുള്ള സമയം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തിരിച്ച് കോട്ടയത്തിൽ നിന്ന് തിരുവനന്തപുരത്തിലേക്ക് പോകാനെടുത്ത സമയം എത്രയാണ്? ഓക്കെ, അതും ഇതുപോലെ ചെയ്യാൻ പറ്റും. അവൾ ഇറങ്ങിയ സമയം എന്ന് പറയുമ്പോൾ 15:10 ആണ്. റീച്ച് ചെയ്ത സമയം എന്ന് പറയുമ്പം 18:55 ആണ്. 18 എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, ഇത് 1 hour കഴിയുമ്പോൾ എത്രയായി? 16:10 ആയി അല്ലേ. ഇത് 1 hour കഴിയുമ്പോൾ 17:10 ആയി. ഇത് 1 hour കഴിയുമ്പോൾ എത്രയായി? 18:10 ആയി. ഓക്കെ, ഇത് 1 hour കഴിഞ്ഞാൽ 19:10 ആവും. അത് എത്ര വേണ്ട? 18:55 അവൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 hour ഉണ്ട്, ഇവിടെ 1 hour ഉണ്ട്, ഇവിടെ 1 hour ഉണ്ട്. 3 hours ആയി. ഇനി നമ്മുടെ 18:10 നിന്ന് 55 10 നിന്ന് 55 പോകാനുള്ള ദൂരം എത്രയാണ്? എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് ചോദ്യം. എന്ത് ചെയ്യുക? കുറയ്ക്കുക, ഡയറക്റ്റ് കുറയ്ക്കുക. എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഓക്കെ, 45 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എത്ര സമയം എടുത്തു? 3 hours and 45 minutes ആണ്
രാധ തിരിച്ചു വരാനെടുത്ത സമയം എത്ര സമയം കൂടി 15 മിനിറ്റ് കൂടി തിരിച്ചു വരുമ്പോൾ. ഓക്കെ, എന്തെങ്കിലും ട്രാഫിക് എന്തെങ്കിലും ഉണ്ടായിക്കാണും. ക്ലിയർ ആണല്ലോ. എന്താണ് അടുത്ത ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ടൈം ഡിഡ് ഷീ ടേക്ക് ഫോർ ദ ടു ആൻഡ് ഫ്രോ ജേർണി ബൈ ദ ട്രെയിൻ? മൊത്തം എത്ര സമയം എടുത്തു എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ് മക്കളെ. നോക്കൂ, ഇവിടെ നമ്മൾ ഓരോ യൂണിറ്റ്സും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്യുക. ഇപ്പം ടൈമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് അങ്ങോട്ട് പോകാൻ എടുത്ത സമയം എന്ന് പറയുമ്പോൾ 3 hours 30 minutes. സെക്കൻഡ് ഇങ്ങോട്ട് വരാൻ എടുത്ത സമയം എന്ന് പറയുമ്പോൾ 3 hours 45 minutes ആണ്. ഓക്കെ, ഇതിനെങ്ങനെ ആഡ് ചെയ്യാം? മിനിറ്റിനെ ആഡ് ചെയ്യുക, അതുപോലെ നമ്മൾ ഹവറിനെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതിനെ രണ്ടേ ആഡ് ചെയ്യുമ്പോൾ മണിക്കൂറിനെ ആഡ് ചെയ്യുമ്പോൾ 6 hours കിട്ടി. ആൻഡ് ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 75 minutes എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ടൈമിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ 100ൻ്റെ ബേസിലല്ലേ നോക്കുന്നത്. 100ൻ്റെ ബേസിക് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് ഇപ്പോൾ കിലോഗ്രാമിനെ മീറ്ററിലോട്ട് അല്ലെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് ആക്കുകയാണെങ്കിൽ 1000ൻ്റെ ബേസിലായിരിക്കും നോക്കുന്നത്. ഇവിടെ നമ്മൾ 60ൻ്റെ ബേസിലാണ് നോക്കുന്നത്. അതായത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റാണ് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. അതുപോലെ 60 സെക്കൻഡിനെയാണ് നമ്മൾ ഒരു മിനിറ്റ് എന്നും പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 16ൻ്റെ ബേസിലാണ് നോക്കുന്നത്. അതായത് ഇവിടെ 16നേക്കാളും കൂടാൻ പാടില്ല. സമയം നമ്മൾ ഒരിക്കലും 16നേക്കാളും കൂട്ടി പറയത്തില്ല അല്ലേ. ഇവിടെ 16നേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഇതിനെ 60 അങ്ങ് റെഡ്യൂസ് ചെയ്യുക, 60 അങ്ങ് പുറത്തെടുക്കുക. ബാക്കി എത്രയുണ്ട്? 15 ഉണ്ട് അല്ലേ, 15 ഉണ്ട്. ഈ 60 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 60 എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മണിക്കൂറാണ്. അപ്പോൾ ഈ ഒരു മണിക്കൂറിന് ഇതിലോട്ട് ആഡ് ചെയ്യുക. അതായത് 7 hours പ്ലസ് എത്രയുണ്ട്? 15 minutes അല്ലേ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 7 hours and 15 minutes ആണ് അവൾക്ക് ടോട്ടൽ എടുത്ത സമയം എന്ന് എഴുതാം. സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ലോജിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും സമയത്തിന് നമ്മൾ എന്ത് ചെയ്യില്ല, 60ന് മുകളിലായിട്ട് നമ്മൾ എഴുതത്തില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോൾ 7 hours and 50 minutes ആണ് അവൾ എടുത്ത സമയം, രാധ എടുത്ത സമയം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം ഈസ് ഈക്വൽ ടു 18:55 ആണ്. സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് കുറച്ച് സമയമെങ്കിലും ഓർത്തിരിക്കുക. നിങ്ങളെ ഫോണിലൊക്കെ ചിലപ്പോൾ കാണുന്നത് എന്തായിരിക്കും? ഈ മിലിറ്ററി ടൈം അല്ലെങ്കിൽ നമ്മൾ 24 hour ക്ലോക്ക് ആയിരിക്കും. നമ്മൾ നോക്കാം, 12 കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 1, 2 PM, 3 PM, 4 PM, അങ്ങനെ നമ്മൾ PM വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക? 12 കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18. ഓക്കെ, 18 എന്ന് പറയുമ്പോൾ എത്ര വരും? അപ്പം 6 ആണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ബേസിക് അറിയാമെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എത്രയാണ്? 6 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 18 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, 18:55 എന്ന് പറഞ്ഞാൽ ഏത് ടൈം എന്നാണ് ചോദ്യം. ഡയറക്റ്റ് അറിയാം, 16:55. AM ആണോ PM ആണോ? 6:55 AM ആണോ PM ആണോ? PM ആണല്ലേ. PMനെ മാത്രമേ നമ്മൾ ഇത്രയും വലിയ നമ്പേഴ്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യൂ. വൈകിട്ടുള്ള സമയമാണ്. ഓക്കെ, PM. ക്ലിയർ ആണല്ലോ. D ആണ് ഓപ്ഷൻ. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഇത് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, നിങ്ങൾ ഫോണൊക്കെ നോക്കുന്ന ആൾക്കാർ ഫോണിൽ മിക്കവാറും ഈ ടൈം ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റി 11 എന്താണ് നോക്കാം. ഇഫ് 3 kilogram ഓഫ് ഷുഗർ ഇസ് ഫിൽഡ് വിത്ത് ഈക്വലി ഇൻ 4 packet, ഹൗ മെനി കിലോഗ്രാം വിൽ 1 packet കണ്ടെയ്ൻ? ഓക്കെ, 3 kilogram ഷുഗർ ഉണ്ടല്ലേ. ഷുഗർ 3 കിലോ ഒരു കവറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, 4 പാക്കറ്റിൽ ഈക്വലായിട്ട് നമ്മൾ തരംതിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എത്രയായിരിക്കും വാല്യൂ. ഒരു കവറിൽ വരുന്ന വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കവറിൽ എത്ര കാണുമെന്നാണ്, ഹൗ മെനി കിലോഗ്രാംസ് കാണുമെന്നാണ് ചോദ്യം. എന്ത് ചെയ്യുക? 3/4 ചെയ്യുക അല്ലേ. 3 kilogram ഡിവൈഡ് ബൈ 4 പാക്കറ്റാണ്. അതാണ് 3/4 kg, 3/4 kilogram. ഇതിന് കിലോഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമിലോട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 gram ആണല്ലേ. 1000 gram ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 കിലോ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 kg എന്ന് പറയുമ്പോൾ 3000 gram ആണ്. അങ്ങനെ 3000 ഗ്രാമിനെ നിങ്ങൾ 4 പാക്കറ്റിലാക്കുമ്പോൾ എത്ര കിട്ടും? ഓരോന്നും 750 എന്ന് കിട്ടും. 750 gram ആണ് ഒരു പാക്കറ്റിൽ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഹൗ മെനി കിലോഗ്രാംസ് എന്നാണ് ചോദ്യം കിലോഗ്രാംസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് 3/4 kg എന്ന് പറഞ്ഞിട്ട് എഴുതാം. 3/4 kilogram എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡയറക്റ്റ് ഫ്രാക്ഷൻ്റെ ഇക്വേഷനാണ്, ഒന്നും ചെയ്യാനില്ല. ഇഫ് 17 toffees ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി among 3 persons, ഹൗ മെനി വിൽ വൺ ഗെറ്റ്? ഒരാൾക്ക് എത്ര കിട്ടുമെന്നാണ്. 17 ടോഫീസ് ഉണ്ടല്ലേ. അതിനെ ഞാൻ 3 ആൾക്കാർക്ക് വീണ്ടും ഞാൻ വീതിച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും എന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്താൽ മതി. 17/3 ചെയ്ത് നോക്കാം. 17/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കൂ. 17/3 ചെയ്യുമ്പോൾ 5 കിട്ടും അല്ലേ. 5 and 15 ബാക്കി 2 വന്നു അല്ലേ. റിമൈൻഡർ 2 വന്നു. ആൻസർ 5 ആണ്. ഒരാൾക്ക് 5 മുട്ടായി വീതം കൊടുക്കാം. ഹൗ മെനി വിൽ ബി ലെഫ്റ്റ്? ബാക്കി എത്ര കാണും? റിമൈൻഡർ എത്രയാണ്? 2. അപ്പം 5 ആൾക്കാർക്ക് അല്ലെങ്കിൽ 3 ആൾക്കാർക്ക് 5 ടോഫീസ് വീതം എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
പകരം ബാക്കി എത്ര റിമൈൻഡർ എത്ര വന്നു? റിമൈൻഡർ ലെഫ്റ്റ് ഔട്ട് ആയത് എത്രയാണ്? ലെഫ്റ്റ് ഔട്ട് ആയത് 2 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 7 കിലോഗ്രാം ഓഫ് ഷുഗർ ഫിൽഡ് വിത്ത് 4 കിലോഗ്രാം ഐഡൻറ്റിക്കൽ പാക്കറ്റ്സ്. ഹൗ മെനി കിലോഗ്രാം ഇസ് ഷുഗർ ഇൻ 1 പാക്കറ്റ്? റൈറ്റ് ദിസ് ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ ഇൻ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫ്രാക്ഷൻ ടുഗദർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിൽ ഫ്രാക്ഷനും ടുഗദറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ സിമ്പിളാണ്, നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. 7/4 kgs വരും. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ ഡയറക്റ്റ് ഇതിനെന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 7/4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 ആൻഡ് ബാലൻസ് 3 വന്നു അല്ലേ? റിമൈൻഡർ 3 വന്നു. ഈ കോഷ്യൻ്റ് കിട്ടിയ ആളിനെ നമ്മൾ നാച്ചുറൽ നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. കോഷ്യൻ്റ് കിട്ടിയ ആളിനെ നാച്ചുറൽ നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. റിമൈൻഡറിനെ മുകളിൽ എഴുതുക, താഴെ നമ്മൾ ഡിവൈഡ് ഏത് വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ എഴുതുക. ഡിവൈസറിനെ താഴെ കൊണ്ടുവരിക. ഓക്കെ, 1 3/4 ഇതിനെയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഫോമിലോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഏതിനെയാണ് നമ്മൾ ആക്കിയത്? 7/4നെയാണ് നമ്മളിങ്ങനെ ആക്കിയത്. ഓക്കെ, സിമ്പിളാണ്, ഡയറക്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഈക്വൽ ടു 1/4. 1/4ന് ഈക്വലായിട്ട് ഏതാണുള്ളതെന്നാണ് ചോദ്യം. സിമ്പിളാണ്. 1/4നെ നിങ്ങൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നിൽക്കുന്ന നാച്ചുറൽ നമ്പറിനെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 × 4 4 കിട്ടും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? കിട്ടിയ നമ്പറിനെ കൊണ്ട് പ്ലസ് ചെയ്യുക. ഇവിടെ ഈ ഡിനോമിനേറ്റർ വെച്ച് ഇൻറ്റു ചെയ്യുക, ഇവിടെ കിട്ടിയ നമ്പർ കൊണ്ട് കൂട്ടുക. അതായത് 1 × 4 എത്ര കിട്ടി? 4 കിട്ടി. 4 + 1 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 4 + 1 ചെയ്യുമ്പോൾ 5 കിട്ടി. /4 എന്ന് എഴുതുക. ഓക്കെ, 5/4 എന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞു തരാം. 1/4 ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിനോമിനേറ്ററിനെ കൊണ്ട് ഈ നാച്ചുറൽ നമ്പറിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1 × 4 4 കിട്ടി. എന്നിട്ട് കിട്ടിയ ആൻസറിനെ ഇതിനുകൊണ്ട് കൂട്ടുക. അപ്പോൾ എത്ര? 4 + 1 കിട്ടും. അപ്പോൾ 5. അതിനെ 5 ഡിവൈസർ താഴെ നമ്മൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, 5/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഏത് ഓപ്ഷനാണ് നോക്കാം. 5 1/4 ആണോ? 4 1/5 ആണോ? 3 1/4 ആണോ? അല്ല, 4 1/3 ആണോ? ഇത് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഡിനോമിനേറ്റർ എന്തായാലും ഏതേ വരുള്ളൂ? 4 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതല്ലെങ്കിൽ ഇതായിരിക്കും ആൻസർ. ഓക്കെ, 3 1/4 ആണോ? 5 1/4 ആണോ? ഇവിടെ ഏതാണ്? 5/4 അല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആൻസർ? 5 1/4 ആണ് ആൻസർ. ഓക്കെ, 5/4 എന്ന് പറഞ്ഞാൽ 5 1/4 ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 12 എന്ന് പറഞ്ഞാൽ വാട്ട് വുഡ് ബി ദ റിമൈൻഡർ വെൻ എ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഒരു നമ്പർ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ റിമൈൻഡർ കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, റിമൈൻഡർ എന്തൊക്കെ വരാം? മക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഓരോ നമ്പറിനെ എടുക്കുക, 1നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 1 തൊട്ട് തുടങ്ങാം. 1 വേണ്ട, ഇതിനേക്കാളും വലിയ നമ്പറിനെ എടുക്കാം. 4നെക്കാളും വലിയ നമ്പറിനെ എടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് 4 ചെയ്ത് നോക്കാം. 4 / 4 ചെയ്യുമ്പോൾ 1 4 0 റിമൈൻഡർ കിട്ടി. ഇനി അടുത്ത 5നെ എടുത്ത് നോക്കാം. 5നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 4 1 കിട്ടി. 6നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 2 കിട്ടി. 7നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 4 and 3 കിട്ടി. ആൻഡ് 8നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 8 0 കിട്ടി. ഓക്കെ, റിമൈൻഡർ നോക്കൂ. നമ്മൾ റിമൈൻഡർ പോകുന്ന 0 1 2 3 0 1 2 3 അങ്ങനെ പോകും. അതായത് ഏതൊക്കെ റിമൈൻഡേഴ്സ് വരാം? 0 1 2 3. ഓക്കെ, 0 1 2 3 ഇത്രയും റിമൈൻഡേഴ്സാണ് വരുന്നത്. ഒന്നുമില്ല മക്കളെ, ഇപ്പോൾ ഏതൊരു നമ്പറിനെ എടുത്തിട്ടും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെ റിമൈൻഡേഴ്സ് വരാം? ഒരു നമ്പറിനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ റിമൈൻഡേഴ്സ് വരാം? ആ നമ്പറിൻ്റെ ഉള്ളിലോട്ടുള്ള നമ്പേഴ്സ്, ബാക്കി എല്ലാ നമ്പേഴ്സും, അതായത് ആ നമ്പറിന് താഴെയുള്ള എല്ലാ നമ്പേഴ്സും റിമൈൻഡറായിട്ട് വരാം എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റിമൈൻഡേഴ്സ് വരുന്നത്? 4 എടുത്തു കഴിഞ്ഞാൽ 3 2 1 0. ഈ നമ്പറിനെക്കാളും ഒരിക്കലും കൂടുതൽ റിമൈൻഡർ വരത്തില്ല. അതിനേക്കാളും കുറവായിട്ടുള്ള ഏത് നമ്പർ വേണമെങ്കിലും റിമൈൻഡർ വരാം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഇസ് ദ റിമൈൻഡർ വെൻ എ നമ്പർ ഇൻ ദ സീക്വൻസ് 5 10 15 20 ആർ ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഈ ഒരു സീരീസിലുള്ള നമ്പേഴ്സ്
നമ്പേഴ്സിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇത് 5ൻ്റെ ടേബിളിലുള്ള നമ്പറാണല്ലേ, 5ൻ്റെ ടേബിളിലുള്ള നമ്പേഴ്സാണ്. അപ്പോൾ 5, 10, 15 ഈ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരും എന്നാണ് ചോദ്യം. റിമൈൻഡർ എത്ര വരും? 0 വരും. കാരണം ഇത് 5ൻ്റെ ടേബിളിലുള്ള ആളല്ലേ. ഇപ്പോൾ ഒരു നമ്പർ എടുക്കാം, 10 വെച്ചിട്ട് 5നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 5 വെച്ചിട്ട് 10നെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 2, 10 and 0 ഏതൊരു നമ്പർ എടുത്താലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നമ്പറിൻ്റെ ടേബിളിലുള്ള നമ്പർ ആണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ നോക്കുമ്പോൾ 4നെയും 8നെയൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 0 കിട്ടി. കാരണം ആ നമ്പറിൻ്റെ ടേബിളിലുള്ള നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? റിമൈൻഡർ 0 കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കാതെ പോരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് എ നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് റിമൈൻഡർ 1 when divided by 5. ഓക്കെ, 1 റിമൈൻഡർ 1 വരുന്ന ആളിനെയാണ് ചോദ്യം. സിമ്പിളാണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടണമെങ്കിൽ 5ൻ്റെ ടേബിളിൽ തൊട്ടടുത്ത നമ്പർ, 5ൻ്റെ ടേബിളിലുള്ള നമ്പേഴ്സിൻ്റെ തൊട്ടടുത്ത 5ൻ്റെ ടേബിൾസുള്ള നമ്പർ ഏതാണ്? 5, 10, 15, 20 എക്സെട്ര അല്ലേ. ഇതിൻ്റെ തൊട്ടടുത്ത നമ്പേഴ്സ്, അതായത് 6, 11, അതുപോലെ 16, അതുപോലെ 21 എക്സെട്ര എത്ര വേണോ എഴുതാം. ഓക്കെ, ഈ നമ്പേഴ്സ് ആയിരിക്കും. ഈ നമ്പർ കൊണ്ട് നിങ്ങൾ 5നെ ഡിവൈഡ് ചെയ്ത്, അല്ല ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? റിമൈൻഡർ 1 കിട്ടും. നമുക്ക് വേണമെങ്കിൽ പ്രൂഫ് ചെയ്ത് നോക്കാം. 6നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1, 5 ആൻഡ് ബാലൻസ് 1 കിട്ടി. ഇപ്പം നമുക്ക് 21നെ എടുക്കാം. 21നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 20 ആൻഡ് ബാലൻസ് 1 കിട്ടി. ഏതൊരു നമ്പറിനെ എടുത്താലും നിങ്ങൾക്ക് 2 കിട്ടും? 1 റിമൈൻഡർ കിട്ടും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റൈറ്റ് എ നമ്പർ സീക്വൻസ് ദാറ്റ് ഹാസ് 2 റിമൈൻഡർ വെൻ ഡിവൈഡ് ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടണം. മക്കൾ പറ എങ്ങനെയാണ്? 3ൻ്റെ ടേബിളിൽ 2 കൂട്ടി കൊടുക്കുക. അപ്പോൾ 3ൻ്റെ ടേബിളിൽ ആരൊക്കെയാണുള്ളത്? 3, 6, 9, 12 എക്സെട്ര അല്ലേ ഉള്ളത്. ഇതിനെക്കാളും 2 കൂട്ടുമ്പോൾ 5, 7, അതുപോലെ 11, അതുപോലെ 13 എക്സെട്ര. ഈ ആൾക്കാരെ വെച്ചിട്ട് 3നെ ഡിവൈഡ്, ഈ ആൾക്കാരെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഞാൻ ഇപ്പോൾ 7 എടുക്കാം. 7നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 3, 6 ആൻഡ് ബാക്കി ആരാണ് വന്നത്? സോറി, 7 അല്ല കേട്ടോ, 6 + 2 എത്രയാണ്? 8. ഓക്കെ, സോറി, എനിക്ക് മിസ്റ്റേക്ക് ആയിട്ടേ. 8നെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതെല്ലാം മാറും. ഇല്ല, എല്ലാം മാറത്തില്ല. ഓക്കെ, കറക്റ്റാണ്. 3നെ 6 വെച്ച് ചെയ്യുമ്പോൾ 2, 6 ആൻഡ് 3, 2 റിമൈൻഡർ കിട്ടും. മനസ്സിലായോ? കൂട്ടി കൊടുക്കുക. എത്രയാണോ റിമൈൻഡർ ചോദിക്കുന്നത് അത്രയും റിമൈൻഡർ ആ ടേബിളിൽ നിന്ന് കൂട്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ 9 ദ ക്വസ്റ്റ്യൻ ഇസ് 0 ആൻഡ് ദ റിമൈൻഡർ ഇസ് 8. ഓക്കെ, ക്വസ്റ്റ്യൻ 0 ആണ്, ആൻസർ 0 ആണ് ആൻഡ് റിമൈൻഡർ എത്ര കിട്ടണം? 8 കിട്ടണം. ഓക്കെ, സോറി മക്കളെ, ചെറിയൊരു എററുണ്ട്. ഇത് പ്ലസ് ആണ് കേട്ടോ, ഡിവൈഡഡ് ബൈ അല്ല, ചെറിയൊരു എററുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ക്വസ്റ്റ്യൻ്റെ നമുക്ക് 0 കിട്ടണം. ക്വസ്റ്റ്യൻ ഇൻറ്റു 0, ക്വസ്റ്റ്യൻ ഇൻറ്റു 0 ഇൻറ്റു 9 + 8 ആണോ? 1 ഇൻറ്റു 9 + 8 ആണോ? 0 ഇൻറ്റു 8 + 9 ആണോ? 1 ഇൻറ്റു 8 + 9 ആണോ? +8 അല്ലേ വരുന്നത്, റിമൈൻഡർ 8 ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? എ ആയിരിക്കും ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫ്രാക്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പാർട്ട്. ഓക്കെ, ഷെയ്ഡഡ് പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൻസർ എഴുതുക, ഫ്രാക്ഷൻ എഴുതുക എന്നുള്ളത് ചോദ്യം. ഇത് ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഇത് 1. ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 1 ആണ്. ഓക്കെ, 1/1 അല്ലെങ്കിൽ 1. ഇത് എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? എത്ര പാർട്സ് ഉണ്ട്? 1, 2, 3, 4. ടോട്ടൽ പാർട്സ് 4 ഉണ്ട്. എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/4 ആവേണ്ടേ ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ എത്രയാണ്? 1/4. ഓക്കെ, നാച്ചുറൽ നമ്പറാണ്, ഇത് ഫ്രാക്ഷനാണ്. ഓക്കെ, 1/4 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് ക്ലിയർ ആണല്ലോ? സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഡ്രോ ദ പിക്ചർ ടു റെപ്രസെൻറ്റ് ദ ഫ്രാക്ഷൻ 1/8 ബൈ യൂസിങ് ദ സർക്കിൾസ് ഓഫ് പാർട്ട് ഓഫ് ദ സർക്കിൾ എന്നാണ് ചോദ്യം. ഓക്കെ, 1/8നെ ഇതുപോലെ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം 1 വരയ്ക്കുക. 1 എങ്ങനെ? ഒരു സർക്കിൾ വരയ്ക്കുക, അതിനെ ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി അത് നമ്മൾ 1/8 ആണ് വരയ്ക്കാനുള്ളത്. അതിനെ 8 പാർട്ടായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 4 പാർട്ടായി, വീണ്ടും 2 കട്ട്, 8 പാർട്ടായി. 8 പാർട്ടിൽ ഒരെണ്ണത്തിനെ ഷെയ്ഡ് ചെയ്യുക. കണ്ടോ? ഒരെണ്ണത്തിനെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ എന്തായി? 1/8 ആയി. 1/8നെ നമ്മൾ സർക്കിൾസ് വെച്ചിട്ട്, പാർട്ട് ഓഫ് സർക്കിൾസ് വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഈസിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത പാർട്ട്, ഇഫ് വി റൈറ്റ് 1/4, 1/8 ആൻഡ് 1/3 ഉണ്ട് നമ്മളെ ഇവിടെ 1/3 ഉണ്ട്. ഇൻ അസെൻഡിങ് ഓർഡർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് ഇൻ ദ മിഡിൽ. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ താഴോട്ട്. ഓക്കെ, നമുക്ക് ആദ്യം അസെൻഡിങ് എഴുതാം.
ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 1 1/4 ഞാൻ എഴുതാം. 1 1/4, 1 1/8 ആൻഡ് 1 1/3. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നിങ്ങൾ സ്പോട്ട് ചെയ്യും. 1 1/3 ആണോ? അല്ല. ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ നമ്പർ വരുന്നതായിരിക്കും ഏറ്റവും ചെറിയ നമ്പർ. ഓക്കെ, ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 1/8 അല്ലേ? അതായത് 1 1/8 ആണ് ഇവിടെ ഏറ്റവും ചെറുത്. പിന്നെ 1 1/4 ആൻഡ് പിന്നെ 1 1/3. ഓക്കെ, ഇതിലെ മിഡിൽ നമ്പറിനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നമ്മുടെ 1 1/4. ഇതിനെ അസെൻഡിങ് ആയാലും ഡിസെൻഡിങ് ആയാലും നമ്മളെ മിഡിലായാലും തന്നെ വരും, 1 1/4 തന്നെ വരും. ആൻസർ 1 1/4 ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ കുറച്ച് ട്രിക്കി ആക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് റെക്റ്റാങ്കിൾ ബിലോ ഇസ് 1/3 പാർട്ട് ഷെയ്ഡഡ്. ഓക്കെ, 1/3 പാർട്ട് ഷെയ്ഡഡ് എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, 1/3 ആണോ? 1 2 1 2 3. ഓക്കെ, 3 പാർട്സ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1/3 ആണ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 1 2 3 4 5 6 7 8 9 ടോട്ടൽ പാർട്സ് ഉണ്ട്. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 4 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4/9 ആണ് വരുന്നത്. 1 2 3 4 5 6 7 8 പാർട്സ് ഉണ്ട് ഇവിടെ. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 6 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ലാസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 6 എണ്ണം ഉണ്ട്. 6 ടോട്ടൽ. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/3. 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആൻഡ് 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. 1/3. ഇതും 1/3 ആണ്, ഇതും 1/3 ആണ്. ആണല്ലോ? 1/3 ആൻഡ് 1/3. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഇമേജ് കൊടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫിഗറിനേതാ ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നതാണ്. നോക്കൂ, ഇതുപോലെയാണ് ഷെയ്ഡ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് റെക്റ്റാങ്കിൾ ആണ്, പക്ഷേ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന റീജിയൻ നോക്കൂ, ഇവിടെ ഗ്യാപ്പ് കുറവാണല്ലേ? ഇവിടെ ലെങ്ത് ഡിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. ഈ 3 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത് വേറെ വേറെ സൈസസ് ആണ്. അപ്പോൾ ഈ സൈസ് ഇങ്ങനെ വേറെ വന്നു കഴിഞ്ഞാൽ ഇത് 1/3 വരത്തില്ല. ഓക്കെ, ഇത് 1/3 അല്ല. ആക്ച്വലി ഇത് 1/3 അല്ല, പക്ഷേ ഇവിടെ നമ്മൾ ഇമേജ് കൊടുത്തപ്പോൾ ഇത് 1/3 ആയിട്ട് വന്നു. അപ്പോൾ ഇത് നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ? 1/3 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അത് ഡി വിയും നോക്കൂ, ഇവിടെ 6 പാർട്ടുണ്ട്, പക്ഷേ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 2/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 തന്നെയാണ്. അപ്പോൾ ഡിയും കറക്റ്റാണ്, എയും കറക്റ്റാണ് തൽക്കാലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ there are 4 Sundays and 5 Saturdays in December of a year. Which day is 31st ആണ്? 31st of the December. Which day is the first of the day? ഓക്കെ, ബേസിക് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കുറച്ച് ചിന്തിക്കേണ്ടി വരും മക്കളെ. നോക്കൂ, 4 സൺഡേയ്സ് തന്നിട്ടുണ്ട്. 4 സൺഡേയ്സ് ആൻഡ് 5 സാറ്റർഡേയ്സ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഹിൻറ്റ്, ലൂപ്പ് ഹോൾ. ഇങ്ങനെയാണെങ്കിൽ 4 സൺഡേയ്സും 5 സാറ്റർഡേയ്സും വരാം. ഓക്കെ, നമുക്കൊരു മാസം എത്ര ആഴ്ച ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഓക്കെ, ബേസിക്കലി ഒരു മാസം 4 ആഴ്ച കാണും. 4 ആഴ്ച, അതായത് ഒരു ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 7 ദിവസങ്ങളുണ്ട്. 7 ദിവസങ്ങളാണ്. 7 ഡേയ്സ് ഉണ്ട് ഒരു വീക്കിൽ. അപ്പം 7 × 4 4 ആഴ്ച ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് കിട്ടുമെന്ന് നോക്കാം. 7 × 4 എത്രയാണ്? 28 ഡേയ്സ്. 28 ഡേയ്സ് നമുക്ക് കിട്ടി. ഓക്കെ, 4 ആഴ്ച ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 28 ദിവസങ്ങൾ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 31 ദിവസമുള്ള ഡിസംബറിൽ എത്ര ഡേയ്സും കൂടെ വേണം? 3 ഡേയ്സ് എക്സ്ട്രാ വേണം അല്ലേ? 3 ഡേയ്സ് എക്സ്ട്രാ നമുക്ക് വേണം. 3 ഡേയ്സ് പ്ലസ് നമുക്ക് വേണം. 28 കൂടാതെ 3 ഡേയ്സ്, ഒരാഴ്ചയുടെ കുറച്ച് ഭാഗം, 3 ഡേയ്സ്, ഒരാഴ്ചയുടെ 3 ഡേയ്സ് കൂടെ വേണം. 28 ഡേയ്സ് ഉണ്ട്, ഒരാഴ്ചയുടെ 3 ഡേയ്സ് കൂടെ വേണം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ 5 നമുക്ക് തന്നിട്ടുള്ള ഹിൻ്റ് എന്ന് പറയുമ്പോൾ 5 സാറ്റർഡേ കാണണം ആൻഡ് 4 സൺഡേയ്സ് കാണണം. ഇതാണ് നമ്മുടെ ഹിൻ്റ്. അങ്ങനെയാണെങ്കിൽ 5 സാറ്റർഡേയ്സ് എന്ന് പറയുമ്പോൾ ഈ 4 ആഴ്ചയിൽ 4 സാറ്റർഡേ കാണും. പിന്നെ ഒരു സാറ്റർഡേ എവിടെ വരും? ഈ 3 ഡേയിൽ ഒരാൾ ആരാണ്? ഒരു സാറ്റർഡേ ആണ്. അത് കിട്ടി. ഈ 3 ഡേയിൽ ഒരാൾ ഒരു സാറ്റർഡേ ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സൺഡേ 4 സൺഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഈ 4 ആഴ്ചയിലുള്ള 4 സൺഡേയ്സും നമ്മളെടുത്ത് ആ 4 ആഴ്ചയും സൺഡേയ്സാണ്. ഈ 5ാമത് സൺഡേ വരാനുള്ള പോസിബിലിറ്റി ഇല്ല. മനസ്സിലായോ? 5ാമത് സൺഡേ വരത്തില്ല. 5 സാറ്റർഡേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 3 ഡേയ്സ് ആരായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് 3 ഡേയ്സ് വേണമെങ്കിൽ ബാക്കി സൺഡേ വരുമോ? സാറ്റർഡേ കഴിഞ്ഞിട്ടില്ലേ സൺഡേ വരുമോ? ഇല്ല. സാറ്റർഡേക്ക് മുന്നേ ഉള്ള 2 ദിവസമായിരിക്കും. സാറ്റർഡേ മുന്നേ ആരൊക്കെയാണ്? ഒരു ഫ്രൈഡേ കാണും, ഒരു ആര് കാണും? തേഴ്സ്ഡേ കാണും അല്ലേ?
അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് സൺഡേ വന്നുകൂടാ, എന്തുകൊണ്ട് മൺഡേ വന്നുകൂടാ, സൺഡേ മൺഡേ സാറ്റർഡേ ആയിക്കൂടെ? കാരണം സൺഡേ മൺഡേ വന്നു കഴിഞ്ഞാൽ എന്താവും, ആ സൺഡേ 5 ആയി കാണും. സൺഡേ ഇവിടെ 4 കൊടുത്തിട്ടുള്ളൂ, 4 ആവാൻ പാടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ബേസിക്കലി നമുക്ക് മനസ്സിലായി സാറ്റർഡേ ഫ്രൈഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് നമുക്ക് ലാസ്റ്റ് എക്സ്ട്രാ വരുന്ന 3 ഡേയ്സ്. ഓക്കെ, ആ 3 ഡേയ്സ് സാറ്റർഡേ സൺഡേ ഫ്രൈഡേ, അത് അങ്ങനെ കൺക്ലൂഷനിൽ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 31st ഓഫ് ദ ഡിസംബർ ഏതായിരിക്കും എന്നാണ് ചോദ്യം. സിമ്പിളാണ്. ഏതായിരിക്കും ലാസ്റ്റ് ഡേ വരുന്നത്? സാറ്റർഡേ വരണം. കാരണം ഒരു ഡേ കൂടെ കൂടി കഴിഞ്ഞാൽ സൺഡേ ആവും. അങ്ങനെയാണെങ്കിൽ സൺഡേ 5 ആവും. അപ്പോൾ 31st ഓഫ് ദ ഡിസംബർ എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി സാറ്റർഡേ ആയിരിക്കും. ആണല്ലോ? ഓക്കെ, വിച്ച് ഡേ ഈസ് ഫസ്റ്റ് ഓഫ് ദ ഡിസംബർ? ഫസ്റ്റ് ഡേ എന്താവും എന്നാണ് ചോദ്യം. ഓക്കെ, ഇതൊരു ട്രിക്കിയാണ്. 31ാമത്തെ ദിവസം സാറ്റർഡേ ആണെന്ന് നിങ്ങൾക്കറിയാം. 31ാമത്തെ ദിവസം സാറ്റർഡേ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും? ഓക്കെ, നമുക്ക് ആഴ്ചകൾ പുറകോട്ട് പോകാം. ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. 31 7 ദിവസം മുന്നേ എന്തായിരിക്കും? വീണ്ടും ഒരു സാറ്റർഡേ ആയിരിക്കും. 31 സാറ്റർഡേ ആണെങ്കിൽ 7 ദിവസം മുന്നേ എന്തായിരിക്കും? വീണ്ടും ഒരു സാറ്റർഡേ ആയിരിക്കും. അങ്ങനെ 7 ദിവസം മുന്നേ 26 അല്ലേ, അതൊരു സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, വീണ്ടും 7 ദിവസം പുറകോട്ട് പോകാം. അപ്പോൾ എത്ര കിട്ടും? 19 കിട്ടും. അതും ഒരു സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, നമ്മൾ സാറ്റർഡേയ്സ് ആണ് എണ്ണുന്നത്. 7 ദിവസം പുറകോട്ട് പോയി 19 7 ദിവസം പുറകോട്ട് പോകുമ്പോൾ എത്ര കിട്ടും? 12. അതൊരു സാറ്റർഡേ ആയിരിക്കും. ഇതിൽ നിന്ന് 7 ദിവസം പുറകോട്ട് പോകുമ്പോൾ എത്ര കിട്ടും? 5. അതും ഒരു സാറ്റർഡേ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വീണ്ടും 7 ദിവസം പോകാനുള്ള സമയമില്ല. ഓക്കെ, 5 ആണ്. ഓക്കെ, 5 എന്തായിരിക്കും? ഒരു സാറ്റർഡേ ആയിരിക്കും. 5 ഒരു സാറ്റർഡേ ആണെങ്കിൽ 4 എന്തായിരിക്കും? ഒരു ഫ്രൈഡേ ആയിരിക്കും. 3 എന്തായിരിക്കും? ഒരു തേഴ്സ്ഡേ ആയിരിക്കും. 2 എന്തായിരിക്കും? ഒരു വെനസ്ഡേ ആയിരിക്കും. ആൻഡ് 1 എന്തായിരിക്കും? ഒരു ട്യൂസ്ഡേ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആളാരാണ്? ട്യൂസ്ഡേ. ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ ആരാണ്? ട്യൂസ്ഡേ ആണ്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോയി നമ്മൾ ഫസ്റ്റ് ഓഫ് ദ ഡിസംബർ എന്താണ് എന്ന് കണ്ടുപിടിച്ചു, ട്യൂസ്ഡേ. അങ്ങനെയാണെങ്കിൽ 31 എന്തായിരിക്കും? സാറ്റർഡേ. ഫസ്റ്റ് എന്തായിരിക്കും? ട്യൂസ്ഡേ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ആർ ദ ഡേയ്സ് ഇൻ ദ ഡിസംബർ ദോസ് കംസ് 5 ടൈംസ്? 5 തവണ വരുന്ന ആരൊക്കെയാണുള്ളത്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അങ്ങനെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. മനസ്സിലായല്ലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലീപ്പ് ഇയർ എന്നുള്ളതാണ് ചോദ്യം. ലീപ്പ് ഇയർ ഏതൊക്കെയാണ്? നമുക്കറിയാം 2024 കഴിഞ്ഞ വർഷം നമുക്ക് ലീപ്പ് ഇയർ ആയിരുന്നു അല്ലേ? 2024 ലീപ്പ് ഇയർ ആണെന്നറിയാം. 366 ദിവസങ്ങളല്ലേ. ഒരു എക്സ്ട്രാ ഡേ കൂടുതലായിരിക്കും. ഫെബ്രുവരിയിൽ ഒരു ഡേ കൂടുതലായിരിക്കും. 26 ആവും. 29 ആവും ഫെബ്രുവരിയിൽ. ഓക്കെ, അപ്പോൾ ഇത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ എത്ര വർഷത്തിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? 4 വർഷത്തിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ 24 ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ 2020 ഒരു ലീപ്പ് ഇയർ ആയിരിക്കും. 2018 ലീപ്പ് ഇയർ ആയിരിക്കുമോ? 2020-നെക്കാളും 2 വർഷമാണ് പുറകെ. 2018 ഒരു ലീപ്പ് ഇയർ അല്ല. 2000 എന്ന് പറയുമ്പോൾ ലീപ്പ് ഇയർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്, പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പം കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് മനസ്സിലായി. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, കണക്ക് ചെയ്ത് നോക്കുക. ഈസിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്തത്. 1-2 ക്വസ്റ്റ്യൻ മാത്രം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എല്ലാവരും നല്ലോണം ഇത് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം വർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്